നമസ്കാരം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വപ്നങ്ങൾ, അതായത് നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മളെങ്ങനെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം നിങ്ങളെല്ലാവരും ഡ്രീം ജേർണലിൽ എഴുതിയിട്ടില്ലേ ലക്ഷ്യങ്ങൾ? എത്ര ലക്ഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ള താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ എത്ര സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ഡ്രീം ജേർണൽ എഴുതി വെച്ചത്? 100 ആണോ, അല്ലെങ്കിൽ 80 ആണോ, 70 ആണോ, എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ എത്രയാണ് ചെയ്തു വെച്ചത്? എത്ര ഡ്രീംസാണ് എഴുതി വെച്ചത്? 80 ഡ്രീംസ്. ഓക്കെ, 15 ഡ്രീംസ്. ഓക്കെ, അടുത്ത ആള്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എത്ര ഡ്രീംസാണ് എഴുതി വെച്ചത്? ഹരികുമാർ. ഓക്കെ, 80 ഡ്രീംസ് എന്ന് പറഞ്ഞില്ലേ? 65. എല്ലാവരും ഒന്ന് ഇൻട്രാക്ട് ചെയ്യും. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കും. 35, 2. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം തോന്നുക. ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ ലൈവിലോ എൻ്റേതാവട്ടെ മറ്റുള്ളവരാവട്ടെ നമ്മൾ ലൈവിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതായിട്ടൊന്ന് ഫീൽ ചെയ്യുക. അല്ലാതെ ജസ്റ്റ് നമ്മൾ എന്താണ് ഒരു റോബോട്ട് പോലെ കേൾക്കേണ്ട രീതിയിലാണ് വരിക. 25. ഓക്കെ, 77. ഓക്കെ, അന്നേരം നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഡ്രീംസ് എഴുതേണ്ടത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ അടിസ്ഥാനമായാലും അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനമായാലും പലരുടെ ലൈഫിലും ഇപ്പം പിന്നെ എൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മളെ ഡ്രീംസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിശ്വാസം വരും. ഓക്കെ, ഇത് നടക്കാം അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ജനിക്കുന്നതാണ്. അത് ഞാൻ ഏകദേശം ഒരു 8 വർഷം മുന്നേ ആണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അത് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയല്ല, മറിച്ച് തിങ്ക് ബിഗ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ 100 ഡ്രീംസ് എഴുതി വെക്കൂ എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. അന്നേരം നമ്മൾ അന്നേരം ഒരു ടൈം പാസ് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു, ഒരു LICയുടെ ഡയറി. അതിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും എഴുതി വെച്ചു, വലിയ കാര്യങ്ങൾ എഴുതി വെച്ചു. അങ്ങനെ ഈ ഒരു ഡ്രീം ജേർണൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ച ഡ്രീം ജേർണൽ മീൻസ് അങ്ങനെ ശ്രദ്ധിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാതെ കുറച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ വീട് തന്നെയായിരുന്നു, എവിടെയോ പോയി. അങ്ങനെ ഒരു 4 വർഷം ശേഷമാണ് എൻ്റെ ഡ്രീം ജേർണൽ കിട്ടുന്നത്. അന്നേരം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളിലും വരികയായിരുന്നു. അങ്ങനെ അത് കിട്ടി. ഞാൻ തുറന്നു നോക്കുന്ന സമയത്ത് അതിലെ കോഴ്സുകൾ, അതായത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ അതിൽ എൻ്റെ ഡ്രീംസ് എഴുതി വെച്ചത്. ഞാൻ NDT കോഴ്സ്, അതോടൊപ്പം തന്നെ HVAC, അങ്ങനെയുള്ള കുറേ കോഴ്സുകൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ 100 കാര്യങ്ങൾ എഴുതിയതിൽ 56 കാര്യങ്ങളും ഞാൻ മാനിഫെസ്റ്റ് മീൻസ് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ലൈഫിൽ നടന്നിരുന്നു. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ സ്റ്റോറി ഇതുവരെ ഇട്ടിട്ടില്ല. പ്രോ ലേണേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴിക്കോട് ഒരു അക്കാദമി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ട് ഷാമിൽ എന്ന് പറഞ്ഞു, ഇപ്പം എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടാളും. ഷാമിൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പണ്ട് നിനക്ക് ഓർമ്മയുണ്ടാവും, നെബോഷ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും ഇടുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് അത് സത്യമായി. ഇന്ന് തന്നെ അതിൽ ബിസിനസ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റവന്യൂ ജനറേറ്റ് ചെയ്യാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രീംസ് എഴുതി വെക്കുക എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു ഓരോ തോട്ട്സും അല്ലെങ്കിൽ ഓരോ ചിന്തയും നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന സീഡ്സാണ്, അല്ലെങ്കിൽ ഒരു വിത്താണ് എന്ന് വേണേൽ പറയാം. അത് പണ്ടെല്ലാം അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേൾക്കുന്നത്, ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് അറിയുന്നത് എങ്കിൽ പോലും നമ്മുടെ ആ ചിന്ത എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ തോട്ട് ഒരു വിത്ത് പോലെ യൂണിവേഴ്സിലേക്ക് മാറും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ പണ്ട് ചിന്തിച്ച നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ ഓരോരോ സമയത്ത് നമ്മൾ ചിന്തിക്കില്ല, അത് കിട്ടിയാലോ ഒരു രസമല്ലേ എന്നൊക്കെ, അതെല്ലാം തന്നെ ആ നെഗറ്റിവിറ്റിയും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ കൊടുക്കുന്ന ഓരോ ചിന്തയും ഓരോ സീഡ്സാണ്. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു നമ്മൾ പറയില്ല, ഒരു കൃഷിസ്ഥലത്ത് നമ്മൾ ഇടുന്ന വിത്ത് പോലെയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ മാനിഫെസ്റ്റ് ആവുന്നതാണ്. അന്നേരം എന്തുകൊണ്ടാണ് നമ്മളെ ലൈഫിൽ നെഗറ്റീവായ കാര്യങ്ങൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ട്സാണ്, ചിന്തയാണ്. ചിന്തയുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ തന്നെ യൂട്യൂബ് വീഡിയോസിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, പലരും പറയുന്ന കാര്യമുണ്ട്, നെഗറ്റിവിറ്റി ചിന്തിക്കുന്ന സമയത്ത് മീൻസ് എത്ര പോസിറ്റീവായി ചിന്തിച്ചാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല, നെഗറ്റീവായി ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. അങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടായിട്ടുണ്ടോ? നെഗറ്റീവായി ചിന്തിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നുണ്ട്, പോസിറ്റീവായി ചിന്തിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? യെസ്. ഓക്കെ, രശ്മി മോൻ, എന്തായിരുന്നു എക്സ്പീരിയൻസ്?
എന്താണ് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അനു എന്തെങ്കിലും ഒന്ന് വോയിസ് ഒന്ന് മ്യൂട്ട് ആക്കിയിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു, ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്തായിരുന്നു ഉണ്ടായത്? ഓക്കെ, ഓൺ ഡ്യൂട്ടി ആണോ? എന്നാൽ കുഴപ്പമില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, അനു പറഞ്ഞോളൂ. സാറേ, എൻ്റെ ഒരു 3 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ആ അച്ഛൻ മരിച്ചു പോയത്. എൻ്റെ കോവിഡ് ആയിട്ടായിരുന്നു അച്ഛൻ മരിച്ചത്. ഓ അപ്പൊ ഞങ്ങളെല്ലാം ഡൽഹിയിലായിരുന്നു. ആ ഇവിടെ അച്ഛൻ 22 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ മാത്രം വരുമായിരുന്നു. ഉം, അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ സ്വപ്നം കാണും, അച്ഛൻ മരിച്ചു. അങ്ങനെ അവിടെ ഉള്ള അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നതൊക്കെ. ആ സ്വപ്നം കണ്ടതിന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അറിയുന്നത് അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്തയായിരുന്നു. ഉം. ഓക്കെ 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 ശരി. കാരണം ഓക്കെ, നീ വേറെ ആർക്കും എന്താ എക്സ്പീരിയൻസ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വൺ വേ ടോക്ക് അല്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്ന സമയത്ത് ഒരു ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവില്ലല്ലോ. നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ വേറെ ആർക്കെങ്കിലും? ഓക്കെ, ലിസി, ജെയ്മോൻ, ബിന്ദു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആരെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? നെഗറ്റീവായി ചിന്തിക്കുന്ന കാര്യങ്ങൾ, ചോദ്യം ഇതാണ്, നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് നടക്കുന്നു, പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത്. അന്നേരം അതിൻ്റെ ഉത്തരം എന്താണ്? അതായത് നെഗറ്റീവായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ ലൈഫിൽ നടക്കുന്നത്? എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? അതായത് ഇതെന്തുകൊണ്ടാണ് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വൈബ്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ആകുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളെ ഉള്ളിലെ ഓരോ തോട്ട്സും ഓരോ വൈബ്രേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അന്നേരം ഈ ഓരോ തോട്ട്സിലും ഇമോഷൻസ് ഏതിലാണോ കണക്റ്റ് ആയിട്ടിരിക്കുന്നത്, അതായത് നമ്മളെ ഇമോഷണൽ ബീയിങ്സ് ആണ്. ഈ ഇമോഷന് ഏത് ചിന്തയിലാണോ കണക്റ്റ് ആയിട്ടിരിക്കുന്നത് ആ ചിന്തയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ആദ്യത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ വഴി, പത്രമാധ്യമങ്ങൾ വഴി, അതേപോലെ തന്നെ നമ്മളെ ഫ്രണ്ട് സർക്കിൾ വഴിയെല്ലാം തന്നെ നമ്മൾ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യും, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നെഗറ്റിവിറ്റി ഉള്ളിലേക്ക് എടുത്ത് നമ്മളെ വൈബ്രേഷൻ തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വൈബ്രേഷനിലേക്ക് പോകും. അങ്ങനെ പലരും ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ, അതായത് വൈബ്രേഷന് ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന കാര്യമില്ല. ആ വൈബ്രേഷന് നമ്മളാണ് ചിന്തിക്കുന്നത് പോസിറ്റീവും നെഗറ്റീവും. ഇന്ന കാര്യം, അതായത് ചില ആൾക്കാർ ചിന്തിക്കും ഇന്നത് നെഗറ്റീവാണ് അല്ലെങ്കിൽ ഇന്ന് പോസിറ്റീവ് ആണെന്നുള്ളത്. അതായത് യൂണിവേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈബ്രേഷൻ ആണ്. അങ്ങനെ ഈ വൈബ്രേഷൻ ഏത് തലത്തിലാണുള്ളത്, അതായത് നെഗറ്റീവ് വൈബ്രേഷൻ ആണ് ഉള്ളതെങ്കിൽ അതിലെപ്പോഴും ഇമോഷൻസ് കണക്റ്റ് ആവും. എന്നാൽ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വീഡിയോസോ കാര്യങ്ങളോ കാണുന്ന സമയത്ത് പോസിറ്റീവായി ചിന്തിക്കും. പക്ഷേ ആ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ആ പോസിറ്റിവിറ്റിയിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻസ് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളെ ഓരോ തോട്ട്സും നിരീക്ഷിക്കുക, അതിൽ ഇമോഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ ഈ ഒരു ഫ്രീ സെക്ഷൻ ആവട്ടെ മറ്റ് ക്ലാസ്സുകളിലാവട്ടെ എല്ലാം തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം ഒരു ടെക്നിക്കായിട്ടാണ് പലരും കാണുന്നത്, അല്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസിലോ ബുക്സ് വായിച്ച സമയത്തോ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് രാത്രി എന്ത് ചെയ്യണം, നമ്മൾ ഒരു പുസ്തകത്തിൽ എഴുതണം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നത്, ഇതുകൊണ്ട് കാര്യമില്ല. ഇവൻ ഞാൻ പോലും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എക്സ്പ്രസ് ചെയ്യാണ്. അതായത് നമുക്കൊരു ചായ തരുന്ന സമയത്ത് എല്ലാത്തിനും നമ്മൾ നന്ദി പറയാം. പൈസ വാങ്ങുന്ന സമയത്ത്, പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്ദി പറയാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമ്മളിൽ തന്നെ ആ ഫീലിങ്സ് വരുന്നതാണ്. അതായത് നമ്മളൊരു കലത്തിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് മീൻസ് ഒരു വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അത് ആ വിഷത്തെ പോക്ക് വേണ്ടി അതിലേക്ക് വെള്ളം നമ്മളെപ്പോഴും നിറയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ നെഗറ്റീവായ മൈൻഡിലേക്ക് നമ്മൾ പോസിറ്റിവിറ്റി കൊടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പോസിറ്റീവായിട്ട് മാറുന്നതാണ്.
ഇവൺ നമ്മൾ തന്നെ ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റ് ഫ്രീ ക്ലാസ്സുകളിലും കാര്യങ്ങളും പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ചില ടാസ്കുകൾ ഉണ്ടാകാം. എന്നാൽ എൻ്റെ ക്ലാസ്സുകളിൽ ഞാനിപ്പം നമ്മൾ ഫ്രീ ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകളാകട്ടെ പെയ്ഡ് ക്ലാസ്സുകളാകട്ടെ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മെഡിറ്റേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഞാൻ ഏകദേശം ഒരു 4 വർഷമായി അതിൽ തന്നെ ആയിരക്കണക്കിന് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം കുറച്ച് സക്സസ് സ്റ്റോറീസ്, ഏകദേശം ഒരു 10% സക്സസ് സ്റ്റോറീസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഏകദേശം ആയിരക്കണക്കിന്, അത് റിലേഷൻഷിപ്പ് ആവട്ടെ, പണത്തിൻ്റെതാവട്ടെ, അത് നമ്മളെ ബേസിക് ക്ലാസ്, റിലേഷൻഷിപ്പ് മാസ്റ്ററി, വെൽത്ത് മാസ്റ്ററി, പിന്നെ ചക്ര മാനിഫെസ്റ്റേഷൻ, അങ്ങനെയുള്ള കുറേ ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം, ഒരു ടെക്നിക്കോ കാര്യങ്ങളോ അല്ല നിങ്ങളിൽ എഫക്റ്റ് ആവുന്നത്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യമാണ്. ഈവൻ ആ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, മെഡിറ്റേഷനെ കുറച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഇന്ന് തന്നെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിനു ജയപാൽ എന്ന് പറഞ്ഞ ഒരു റേക്കി മാസ്റ്ററാണ്. അദ്ദേഹത്തെ കുറച്ച് സമയം ഇൻട്രാക്ട് ചെയ്തു. അങ്ങനെ ഇൻട്രാക്ഷനിലൂടെ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ എന്ത് ചെയ്തു, റേക്കി, പ്രാണി ഹീലിംഗ്, അതേപോലെ ചക്ര ഹീലിങ്ങിൻ്റെ കുറേ കോഴ്സുകൾ, ഇഷ്ടംപോലെ കോഴ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അറ്റൻഡ് ചെയ്തു. അന്നേരം അതിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കും, പിന്നെ ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ്. ഇപ്പം ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഇതിലുണ്ടാവും? ഞാനുണ്ട് സാറേ. ഓക്കെ. അതില് നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു സാറേ. അതിൽ അതിപ്പോ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഉണ്ട്, ഹീലിങ്ങും ധ്യാനവും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. കഴിഞ്ഞ തവണ, അതായത് ഒരു 3 ദിവസം മുന്നേ ഒരു പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ചു. അതായത് ഇങ്ങനെ ഇതേപോലെ യൂറിനറി സംബന്ധമായിട്ടുള്ള എന്തോ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഓപ്പറേഷൻ എടുക്കണ കാര്യങ്ങളെല്ലാം പറഞ്ഞാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ആ മെഡിറ്റേഷൻ കറക്റ്റായിട്ട് സ്വാദിഷ്ഠ ചക്രത്തിൻ്റെ ഹീലിംഗ് ചെയ്തു. അന്നേരം ആ ഒരു രോഗം, ആ വേദനയും കാര്യങ്ങളെല്ലാം തന്നെ മാറി. ഈവൻ 1 CR ലോട്ടറി അടിച്ച സക്സസ് സ്റ്റോറീസ് വരെ ഉണ്ട്. വെൽത്ത് മാസ്റ്ററി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അബുദാബി ബിഗ് ടിക്കറ്റ് അടിച്ചേ, അത് നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു സ്റ്റോറിയും കൂടി വരും കിടക്കുന്നത്, അബുദാബി ബിഗ് ടിക്കറ്റിൻ്റെ. അതെല്ലാം തന്നെ നമ്മൾ യൂട്യൂബിൽ ഇടുന്നതാണ്. ഇപ്പം നമ്മൾ ഫ്രീ സെക്ഷൻ കാര്യങ്ങളാണല്ലോ പോകുന്നത്. അന്നേരം അതിലെല്ലാം ഞാൻ ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷനാണ്. കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. അന്നേരം ഇവിടെ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്കൊരിക്കലും, അതായത് നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങൾക്കൊരു സമ്പന്നനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്ന രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളെ ഉപബോധ മനസ്സ് പറയും അത് നീ അതല്ല എന്നുള്ള ആ ഒരു ആൾഫ ലെവലിലേക്ക് നമ്മൾ പോയിട്ട് ഈവൻ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം, ഞാനതാണ് കഴിഞ്ഞ ഒരു ലൈവ് ക്ലാസ്സിൽ പറഞ്ഞത്, നിങ്ങൾ ശ്വാസം ശ്രദ്ധിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം നിങ്ങൾ അഫർമേഷനോ വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ, അതായത് 2x സ്പീഡിൽ അല്ലെങ്കിൽ ഒരു ഇരട്ടി വേഗത്തിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണ്, ജോലി സ്ഥലത്ത് ഇരിക്കുകയാണ്, അന്നേരം നിങ്ങൾ കണ്ണടച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നൽകിയ മെഡിറ്റേഷനും കാര്യങ്ങളും നിങ്ങൾ ഇയർഫോൺ വെച്ചിട്ടൊന്ന് കേൾക്കുക. അത് യാത്ര ചെയ്യുന്ന സമയത്ത്, ഈവൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് ഇയർഫോൺ വെച്ച് കേട്ടിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. ഏറ്റവും നല്ല സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ്. രാവിലെ നിങ്ങൾ കഴിയുന്നതും ഒരു 5 o'clock ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. എഴുന്നേറ്റിട്ട് നിങ്ങളിപ്പം ഫ്രീ ക്ലാസ് നമ്മൾ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. ഈവൻ നമ്മൾ നൽകുന്ന ആ യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, അബൻഡൻസ് മെഡിറ്റേഷൻ, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ഈ 3 മെഡിറ്റേഷൻസ് തന്നെ ചെയ്യാം. പെയ്ഡ് ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രസ്തുത ക്ലാസ്സിൽ നൽകിയ മെഡിറ്റേഷൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം ഇവിടെ പറഞ്ഞ ടോപ്പിക്ക് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. ഇനി ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വപ്നങ്ങൾ എങ്ങനെ എഴുതാൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും, ഈവൻ ഞാൻ തന്നെ എൻ്റെ പണ്ട് എഴുതിയ സ്വപ്നങ്ങളെല്ലാം തന്നെ ഞാൻ വെട്ടിക്കളഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ട്രൂ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളൊന്ന് പഴയ ഈവൻ ഞാൻ പറയാറുണ്ട്, ഡ്രീം ജേണൽ എഴുതുന്ന സമയത്ത് പണ്ട് എഴുതി വെച്ചു, അത് മാത്രമല്ല, നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 2ാമത്തെ വർഷമായി, നിങ്ങൾ പുതിയ ഡ്രീം ജേണൽ, ഇപ്പം ഞാൻ എഴുതുന്ന എൻ്റെ 3ാമത്തെ ഡ്രീം ജേണലാണ്. പണ്ട് എഴുതി വെച്ച ഡ്രീംസ് ഒരിക്കലും എൻ്റെ സ്വപ്നമായിരുന്നില്ല. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലെ നല്ല രീതിയിൽ പൈസ സമ്പാദിക്കുന്ന വ്യക്തി ജോയിൻ ചെയ്ത കോഴ്സുകളാണ് ഞാൻ പഠിച്ചത്. ഞാൻ നേരത്തെ പഠിച്ച NDT, HVAC എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളിൽ തന്നെ എൻ്റെ നാട്ടിലെ സമ്പന്നനായ ഒരു വ്യക്തി പഠിച്ചിട്ട് അയാൾ സൂപ്പർ റിച്ച് ആയിരുന്നു. ആ ലെവലിലേക്ക് എത്തണമെന്ന രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ഡ്രീംസ് എഴുതി വെച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു, ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാപ്പിനെസ് ഇല്ല. നമ്മൾ ആ പ്രോസസ്സിലേക്ക് ബി വിത്ത് ദ ഫ്ലോ എന്ന് പറയും. അതായത്
നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീന്തുന്ന സമയത്ത് ഈവൻ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങും. അതായത് എന്താണ് എനിക്ക് സത്യത്തിൽ വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്നുള്ള രീതിയിലേക്ക് മാറും. അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുവരെ ഞാൻ മറ്റുള്ളവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഈവൻ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാറോ കാര്യങ്ങളോ അല്ല, മീൻസ് ഞാൻ പണ്ട് ആഗ്രഹിച്ചിരുന്നു വലിയ ഈവൻ വീടുണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു പർപ്പസ് മനസ്സിലാക്കിയ ശേഷം പണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പണത്തിനേക്കാളും കൂടുതൽ ഞാൻ മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. പണം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ പണം ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ പണത്തേക്കാൾ ഉപരിയായിട്ട് ഒരു പർപ്പസ് ഓറിയൻ്റ് ആയിട്ട് നീങ്ങുകയാണ്. അതുകൊണ്ടാണ് ഈവൻ ഞാൻ ഈ ഒരു ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പോലും എന്നെ കുറേ ട്രെയിനേഴ്സും കാര്യങ്ങളും വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര 365 ദിവസത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കൊടുത്താൽ പോരെ. നേരം ഞാൻ ചിന്തിച്ചത് അവരോട് പറഞ്ഞത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്, പക്ഷേ അത് എല്ലാവർക്കും അഫോർഡബിൾ ആണെന്നില്ല. ഈ ഒരു ക്ലാസ് കൊടുക്കുന്ന സമയത്ത് തന്നെ കുറേ പേർക്ക് ഈവൻ ഞാൻ തിരക്കിലായതുകൊണ്ടാണ് ഞാൻ ആ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാത്തത്. ഇന്ന് 20,000 രൂപ അടിച്ചിട്ടുണ്ട്, കുറേ പണം മാനിഫെസ്റ്റ് ചെയ്ത സക്സസ് സ്റ്റോറീസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സത്യസന്ധമായിട്ടുള്ള അവർ കൃത്യമായ രീതിയിൽ ടാസ്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് വരുന്നത്. ഈ ബൈനറി മ്യൂസിക് എന്ന് പറയുന്ന കാര്യം തന്നെ ഞാനത് പേയ്മെൻറ്റ് കൊടുത്ത് എൻ്റെ ഫ്രണ്ട് ചെയ്തെന്ന ബൈനറി മ്യൂസിക്കാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. അതെല്ലാം തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് കൊണ്ടാണ്. ഇനി നമ്മൾ ഡ്രീംസ് എഴുതി വെക്കുന്ന സമയത്ത് ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. ഡ്രീംസ് എഴുതി വെക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വ്യക്തിയെ കണ്ടിട്ടാണ് ഡ്രീംസ് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും തന്നെ ആ ഡ്രീംസ് നമുക്ക് ഹാപ്പിനെസ് തരില്ല. നമ്മൾ നേടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഹാപ്പിനെസ് നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലൈഫിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒന്നും നേടിയില്ല എന്നുള്ള ഒരു ചിന്ത വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡ്രീംസ് എഴുതി വെച്ച ഓരോ ഡ്രീംസും ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തു എന്നുള്ള ചിന്ത വെക്കണം. അതാണ് ഡ്രീംസിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഡ്രീംസ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഹാപ്പിനെസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് കാര്യം. ഇപ്പം ചില ആൾക്കാർ കൺസൾട്ടേഷൻ സമയത്ത് അവർ പറയും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ഹാപ്പിനെസ് നൽകുന്നുണ്ടോ എന്ന് ചോദിക്കും. ഏകദേശം ഒരു 98% ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അന്നേരം ഞാൻ പറയും ഈവൻ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ ബന്ധം കട്ട് ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയും. കാരണം ഒരു വ്യക്തിയെ ചീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ല അത്. അങ്ങനെയാണ് ഈവൻ ചില ആൾക്കാർ ഭയങ്കര അടുപ്പവും കാര്യങ്ങളും വരുന്ന സമയത്ത് പിന്നെ ഫുൾ പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടത്. അന്നേരം നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമ്മളുടെ ഡ്രീംസും കാര്യങ്ങളാണോ നമ്മൾ എഴുതി വെച്ചത്. ആദ്യത്തെ പോയിന്റ് നിങ്ങൾ ഈ നോട്ട് ചെയ്ത് വെക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ അത് ട്രൂ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു റിവെഞ്ച് ടൈപ്പ് ആ വ്യക്തി നേടി. ചില ആൾക്കാർ ഡ്രീംസ് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഷോ ചെയ്യണം, എനിക്ക് എൻ്റെ ചുറ്റുള്ളവരിൽ ഷോ ചെയ്യണം, ഞാൻ ഇന്ന കാര്യങ്ങളാണ്. അത് ചെയ്തിട്ട് പോലും എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല. മീൻസ് ചെയ്തു അന്നേരമുള്ള ഒരു ഹാപ്പിനെസ്. പക്ഷെ നമ്മൾ ആ ട്രാക്കിൽ നിന്ന് എൻ്റെ ലൈഫിലൂടെ കുറേ പേരുടെ ലൈഫിലേക്ക് ചേഞ്ച് കൊണ്ടുവരുന്നുള്ള ചിന്ത വന്നതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എളുപ്പമായി. അതായത് ഞാൻ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാറില്ല. ഇവൻ മെഡിറ്റേഷനാണ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ കർമ്മത്തെ, നമ്മളെ കാർമികമായിട്ടുള്ള ബ്ലോഗ്സിനെ മാറ്റാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ അറിവുകളും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇവൻ ഫ്രീ ക്ലാസ്സിൽ ലിങ്ക് ആയാലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഓണാക്കി വെച്ചതെന്ന് വെച്ചാൽ നിങ്ങളിലൂടെ കുറച്ച് പേരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ ലൈഫ് കൊണ്ട് ഇപ്പം ഞാൻ പണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ ലൈഫ് എന്ന് മാത്രം ചിന്തിച്ച് അതാണ് സക്സസ് എന്ന് ചിന്തിച്ചു. പക്ഷെ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ സോള് ഭൂമിയിലേക്ക് വന്ന ഒരു പർപ്പസ് ഉണ്ട്, മറ്റുള്ളവരെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സ്പിരിച്വൽ ലീഡേഴ്സ് എല്ലാം തന്നെ ആത്മീയമായ പുരോഗതിയിലെ ഒപ്പം തന്നെ അവർ മറ്റുള്ളവരെയും കൈപിടിച്ച് ഉയർത്തിയത്. അതിനെയാണ് പുണ്യം എന്ന് പറയുന്ന കാര്യം. ഇമ്പോർട്ടൻ്റ് ആയില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയില്ല. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ പലരും ട്രെയിനേഴ്സ് മോട്ടിവേഷനാണ്. ഞാനൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തെ കൂടി കടന്നു പോകുന്നത്. കാരണം നമ്മൾ ഓരോ ജന്മങ്ങളെടുത്ത് നമ്മളെ പുണ്യങ്ങളാണ് നമ്മളെ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഞാൻ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന അറിയില്ല, പാസ്റ്റ് ലൈഫ് മീൻസ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇവൻ ഞാൻ കുറേ തെറാപ്പി എടുത്തിരുന്നു, തെറാപ്പീസ് കാര്യങ്ങൾ ചെയ്തിരുന്നു, നാഡി ജ്യോതിഷം കാര്യങ്ങളും പഠിച്ചിരുന്നു. നാഡി ജ്യോതിഷം പഠിച്ചിട്ടില്ല, മീൻസ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരുന്നു, അത് പഠിക്കാൻ പറ്റിയില്ല. അന്നേരം അതിൽ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ജന്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാസ്റ്റ് ജന്മമായിട്ട് കണക്റ്റാണ്. എൻ്റെ കുറേ ക്ലയൻസ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഇതേപോലെ ആസ്ട്രോളജിസ്റ്റുകളുണ്ട്. അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും
ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് അവരെ വിധിയെ നിർണ്ണയിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രം എന്തുകൊണ്ട് വന്നു? നക്ഷത്രങ്ങൾ ഓരോ പൊസിഷൻസ് ആണല്ലോ നമ്മളെ ഗ്രഹനിലയെ സ്വാധീനിക്കുന്നത്. അങ്ങനെ അത് ചിന്തിച്ച സമയത്ത് അവരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയില്ല. മറിച്ച് ഞാൻ ഇതേപോലെ തന്നെ കുറേ പേര് സംസാരിച്ച സമയത്ത് അവരാണ് പറഞ്ഞത് ഈ കർമാസാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നാൽ നമ്മൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നാലും ഈ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യുന്ന കാര്യമുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ അതായത് നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ലൈഫിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മറിച്ച് പുണ്യം എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യൂണിവേഴ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തത്, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ പ്രേയേഴ്സ് നമ്മളെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെ ഈ ഒരു ഫ്രീ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ പുണ്യം സമ്പാദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും പറയുന്നത്, നിങ്ങൾ ആ ഗ്രൂപ്പ്സ് ഷെയർ ചെയ്തോളൂ, എത്ര വേണേൽ ഷെയർ ചെയ്തോളൂ. ഗ്രൂപ്പിന് ലിങ്ക് ഇപ്പോൾ 16ാമത്തെ ഗ്രൂപ്പ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. 16ാമത്തെ ഗ്രൂപ്പ് ഫില്ലായിട്ട് അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, നിങ്ങളെ എന്ത് ബ്ലോക്ക് മാറണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തിരിച്ച് പ്രതീക്ഷിച്ച് ചെയ്യാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എന്തെങ്കിലും നിഷ്കാമ കർമ്മയോഗം എന്ന് പറയും ഇതിനെ. അതായത് നമ്മൾ കർമ്മം ചെയ്യുക. അർജുനനോട് പറഞ്ഞു, അർജുന നീ നിൻ്റെ കർമ്മം ചെയ്യൂ എന്നുള്ളതാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ കർമ്മം നമ്മൾ ഒരു യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് അതായത് ഇരട്ടിയാണ് കിട്ടുക. ഇപ്പം തന്നെ ഞാൻ തന്നെ പറയുകയാണ്, ഇപ്പം പെയ്ഡ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ പോലും എനിക്ക് കോഴ്സിലേക്ക് ആൾക്കാർ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ഒരു മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അന്നേരം നമ്മൾ ആ കർമ്മം ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ചെയ്ത ഒരു നല്ലൊരു കർമ്മത്തിന് ഫലം ആ വ്യക്തിയിൽ നിന്നല്ലാതെ വേറൊരു വഴിയിൽ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടാവും, ആ വ്യക്തി ആയിരിക്കില്ല നിങ്ങളെ സഹായിക്കുക, വേറൊരു വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും നിങ്ങളെ ഒരു നീടുള്ള സമയത്ത്. അങ്ങനെ വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും എക്സ്പീരിയൻസ്? യെസ്. എന്താണത്? ഉണ്ട്. കൃഷ്ണ വി പറഞ്ഞോളൂ. എന്തെങ്കിലും ഒന്ന് ഓഡിയോ ക്ലിപ്പ് ഓണായിട്ട് പറയാം. എല്ലാവരും ക്യാമറ ഒന്ന് ഓണാക്കും. എന്താണ് എക്സ്പീരിയൻസ് നിങ്ങളെ? എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയുക. എങ്ങനെയാണ് അത് വന്നത്? വോയിസ് ഒന്ന് ഓണാക്കി പറഞ്ഞോളൂ. ഓണാക്കി പറഞ്ഞോളൂ. എന്തായിരുന്നു എക്സ്പീരിയൻസ്? കുറെ പേര് എസ് എന്ന് അടിച്ചിട്ടുണ്ട്. നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന്റെ സമയത്ത് നമ്മൾക്ക് പൈസ എവിടെയെങ്കിലും ലോണൊക്കെ അടയ്ക്കാനോ അല്ലെ എങ്ങനെയും വരുമ്പോൾ ആ കൃത്യസമയത്ത് നമ്മളുടെ കയ്യിൽ ആ പണം എത്തിച്ചേരും എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ താങ്ക് യു. നീ അടുത്ത ആൾക്ക് എങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് എക്സ്പീരിയൻസ്? ഒന്ന് വോയിസ് ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് പറയും, മറ്റുള്ളവരൊന്ന് കേൾക്കട്ടെ. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അന്നേരം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എന്തുകൊണ്ട് സാധിക്കുന്നു വെച്ചാൽ നമ്മൾ ഓരോ കർമ്മം ചെയ്യുന്നതും ഒരു കാർമിക് ബാങ്ക് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് നിക്ഷേപിക്കുന്ന പോലെയാണ്. നല്ല നല്ല കർമാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആ കാർമിക് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബാങ്കിൽ നിന്ന് പലരിലൂടെയാണ് നമുക്ക് വരിക. അതേപോലെ തന്നെ നമ്മൾ തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേദനിപ്പിച്ച വ്യക്തി തിരിച്ച് ചെയ്യണമെന്നില്ല. പൊട്ടനെ നിങ്ങൾ അങ്ങനത്തെ ഒരു കോട്ടില്ലേ, അതായത് പൊട്ടനെ നിങ്ങൾ ചതിച്ചാൽ ദൈവം നിങ്ങളെ ചതിക്കുന്നുള്ള ഒരു കോട്ടില്ലേ, അതെന്തായിരുന്നു? അതെ ആ കോട്ട് പോലെ. അന്നേരം അതേപോലെ തന്നെയാണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എനർജിയാണ് പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും ആ സമയത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് റിവെഞ്ച് ചെയ്യണം, ഷോ ചെയ്യണം. ഇതേപോലെ തന്നെ നിങ്ങൾ ഡ്രീംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വപ്നം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഹാപ്പിനെസ് വരില്ല. ഈവൻ നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 മെഡിറ്റേഷനിൽ 8 മെഡിറ്റേഷനോളം സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനാണ്. ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇവൻ ഡിവോഴ്സായ ഇങ്ങനെ കുറേ പേര് ചെയ്തിരുന്നു. അവർക്കെല്ലാം തന്നെ സോൾമേറ്റ് കഴിഞ്ഞ മാസം ഒരു വ്യക്തി എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അയച്ചു. അതായത് അവർ സോൾമേറ്റിനെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട്
അന്നേരം നമ്മളുടെ ഡ്രീംസ് ആയാലും നമ്മളെ പ്രവൃത്തികളായാലും എല്ലാം തന്നെ നമ്മളെ പർപ്പസിന് വേണ്ടിയിട്ടും നമ്മളെ യൂണിവേഴ്സിനെ സഹായിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതായത് യൂണിവേഴ്സൽ ലവിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടും ഒന്ന് നിങ്ങളെ ഡ്രീംസിൽ ഈ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഞാൻ എൻ്റെ കുടുംബം എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ എന്ന വ്യക്തി എന്ന് പറയുന്നത് യൂണിവേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ തന്നെ എഴുതി വെച്ച ഒരു ലക്ഷ്യമാണ് ഒരു 1,00,000 പേരിലേക്ക് എൻ്റെ ഒരു സൗജന്യ ക്ലാസ്സിന് എത്തിക്കണം എന്നുള്ളത്. അത് ചിലപ്പോൾ ടൈം പിടിച്ചേക്കാം, പക്ഷെ നമ്മളെ പർപ്പസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ലക്ഷ്യത്തെ ഒന്ന് ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നമുക്കൊരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കിട്ടും. കാരണം നിങ്ങൾ സെൽഫിഷ് ആയിട്ടല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കിട്ടുന്ന പണവും എല്ലാം തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും ഈവൻ ചാറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മണി ബ്ലോക്ക് മാറുന്നതാണ്. നമ്മളെ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു ടാസ്ക് ഉണ്ട്. അതായത് നിങ്ങൾ ഇത്ര തുക നിങ്ങളെ കയ്യിൽ നിന്ന് തുക ദാനമായി നൽകിയിട്ട് നിങ്ങൾ ലോട്ടറി എടുക്കുമെന്ന്. അതായത് നമ്മൾ ഏകദേശം 55ാമത്തെ ബാച്ച് നടത്തിയിട്ടും അതിലെല്ലാം തന്നെ ഒരു 60% ആൾക്കാർക്കും ആ കോഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ലോട്ടറി അടിക്കുന്നതാണ്. 500, 1000, 10,000 എല്ലാം തന്നെ അടിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഈ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു കോട്ടുകൾ, അത് ഹിന്ദുയിസത്തിലുണ്ട്, ക്രിസ്ത്യാനിസത്തിലെല്ലാം തന്നെ ദാനധർമ്മം. കേൾക്കാമോ? ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയുന്നുള്ളതാണ്. അന്നേരം നമ്മൾ ദാനം, നമ്മളെ കഴിയുന്ന രീതിയിലുള്ള ദാനം നമ്മൾ മറ്റുള്ളവരെ ചോദിച്ചോളൂ. വോയിസ് മ്യൂട്ടാണ്, ഒന്ന് ഓൺ ചെയ്ത് ചോദിച്ചു. മ്യൂട്ടാണ്. ഓക്കെ. ദാനധർമ്മങ്ങൾ എന്ത് ചെയ്യും? ആപത്തുകളെ തടയും. അതേപോലെ തന്നെയാണ് നമ്മളെ തുകയുടെ ഒരു ചെറിയൊരു ശതമാനം നമ്മൾ ദാനം നൽകുകയാണെങ്കിൽ നമ്മളെ മണി ബ്ലോക്ക് മാറുന്നതാണ്. ഇത് ഈവൻ ഞാൻ മലബാറിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ എല്ലാം തന്നെ സംഭരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതാണ്. എന്നാൽ അവരെ ഒരു റിച്ച്നെസ്സിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദാനധർമ്മമാണ്. അതായത് ദാനധർമ്മം ചെയ്യുന്നതനുസരിച്ച് എപ്പോഴും അബൻഡൻസ് ആണ് വരിക. കാരണം എന്താണ്, നമ്മൾ നൽകുന്നതാണ് നമ്മളിലേക്ക് തിരികെ വരുന്നത്. നമ്മൾ പണം മറ്റുള്ളവരെ സഹായിക്കുകയാണ്, നൽകി സഹായിക്കുന്നത്, പണം തിരികെ വരുന്നുള്ള അത് ഇരട്ടിയായിരിക്കും നമ്മളിലേക്ക് വരുന്നത്. അന്നേരം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി ഡ്രീംസ് ചെയ്യുന്ന ഒരു മനസ്സിൽ ലക്ഷ്യങ്ങൾ വെക്കാൻ പറഞ്ഞു. ഇനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രീംസിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ 1 മാസം കൊണ്ട് നേടേണ്ടത്, 3 മാസം കൊണ്ട് നേടേണ്ടത് കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് അറേഞ്ച് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങൾ ഡ്രീം ജേർണൽ എഴുതുന്നവന് ഇന്ന കാര്യങ്ങൾ വേണം. അത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഡ്രീം ജേർണൽ എന്ന് പറയുന്നത് വേണം 1 മാസം എടുക്കാം, ഒരാഴ്ച എടുക്കാം, അതെല്ലാം ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിൽ 1, 2, 3 എന്നുള്ള രീതിയിൽ നമ്പർ ഇടുക. ഓക്കെ. നമ്പർ സമയത്ത് ഓർഗനൈസ്ഡ് ആവും. അതായത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് കിട്ടും നിങ്ങൾക്ക്. പലരും അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ യൂട്യൂബിലൂടെയും കാര്യങ്ങളിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതി വെക്കുന്ന കാര്യം 100 കോടി അടിക്കണം. ചില ആൾക്കാർ പറയാണ്ട് എനിക്ക് 100 കോടി വേണം, 1 കോടി വേണം എന്നല്ല. അന്നേരം ഈ 1 കോടി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണ് പണം, അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണ് സമ്പാദിക്കുന്നത്, കുറച്ച് ലോജിക്കലി ഒന്ന് ചിന്തിക്കുക. കാരണം എന്തുകൊണ്ടാണ് ലോജിക്കലി ചിന്തിക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിശ്വസിക്കാൻ സാധിക്കണം. നിങ്ങളെ ഉപബോധ മനസ്സിനെ ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഫേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ വൈബ്രേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കുക. എല്ലാത്തോടത്തോളം കാലം നിങ്ങൾ 1 കോടി എന്ന് പറയുന്ന സമയത്ത് ഒരു മെൻ്റൽ മാസ്റ്റുർബേഷൻ എന്ന രീതിയിലേക്ക് മാറും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള മനസ്സിലാവും. അതാണ് പലരും ലോട്ടറി അടിക്കുന്ന സമയത്ത് പോലും അവർ അബൻഡൻസിലേക്ക് എത്താത്തതിനുള്ള കാരണം എന്ന് വെച്ചാൽ അവരെ മൈൻഡ് സെറ്റ് മാറിയില്ല, അവരെ വൈബ്രേഷൻ തലം മാറിയില്ല, അവരെ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം മാറിയില്ല. അതായത് നിങ്ങളുടെ ഇപ്പം പ്രസൻറ്റ് മൊമെൻറ്റിലെ പണമായാലും കാര്യങ്ങളായാലും ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ചെയ്താക്കി വെക്കുക. ഞാൻ ആദ്യം തന്നെ എഴുതി വെച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിലിപ്സിൻ്റെ ട്രിമ്മറാണ് എഴുതി വെച്ചത്. അടുത്തൊരു പവർ ബാങ്ക് ആണ് എഴുതി വെച്ചത്. 3ാമത്തെ ഒരു ചായ, ഒരു സ്റ്റാർബക്സിൽ നിന്ന് ഒരു കോഫി കുടിക്കണം എന്നുള്ള കാര്യമാണ് എഴുതി വെച്ചത്. അങ്ങനെ ഒരു ട്രാവൽ ചെയ്യണം, ഇന്ന സ്ഥലം വരെ ട്രാവൽ ചെയ്യണം. അതായത് എനിക്ക് പോസിബിൾ ആണ്, പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചോളൂ. നമ്മൾ ഈ 3 വട്ടം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു 3 വട്ടം മെഡിറ്റേഷൻ ചെയ്യണോ? രാവിലെയും രാത്രി നമ്മൾ 3 വട്ടം ചെയ്യണം. 3 മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. അല്ല, സാറാണ് പറഞ്ഞ പോലെ 3 വട്ടം നമ്മൾ ചെയ്യണം. നമ്മള് രാത്രി നമ്മൾ 3 വട്ടം ചെയ്യുന്നുണ്ട്.
ആ അപ്പൊ അതിന്റെ അത് നമുക്ക് രാത്രി പണം കിട്ടുന്നുണ്ടായിരുന്നു. അത് രാവിലെയും രാത്രി ആ 3 മെഡിറ്റേഷൻ ചെയ്യുക. ഈവൻ ടൈം കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പം പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പണത്തിന്റെ ആ അബൻഡൻസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം ചെയ്യാം. നിങ്ങളെ റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലം ആണെങ്കിൽ യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം ചെയ്യാം. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വല്ല വീഡിയോ ഇട്ട് തരാൻ പറ്റുമോ? കുട്ടികളില്ലാത്തതിനുള്ള കാരണം നിങ്ങളൊന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വാധിഷ്ഠാന ചക്രം ബ്ലോക്കായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളില്ലാത്തതിനുള്ള ചാൻസസ് കൂടുതലാണ്. ചക്ര മാനിഫെസ്റ്റേഷൻ ചെയ്തതിന് ശേഷം ഒരു വ്യക്തിക്ക് 3 കുട്ടികളാണ്. അവരെ സ്റ്റോറി ഉണ്ട് നമ്മളെ യൂട്യൂബ്, ഒരു 3 കുട്ടികളെ സ്റ്റോറി ഉണ്ട്, അവരെ ഫോട്ടോയിൽ അയച്ചു തന്നിട്ടുണ്ട്. അന്നേരം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലം, നിങ്ങളെ പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫിസിക്കൽ റിലേഷൻഷിപ്പിലുള്ള ഇപ്പം പ്രണയമില്ല, സ്നേഹമില്ല, പരസ്പരം അടുപ്പമില്ല, അതില്ലാതെ നിങ്ങൾ ശാരീരിക ഇങ്ങനെ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും അത് ഒരു ബ്ലോക്കാണ്. അങ്ങനെയുള്ള ഒരു കേസും ഉണ്ട് ഇതിൽ. നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെ സ്നേഹിക്കുന്നത്, അന്നേരം ഒരു ദേഷ്യത്തോടെയാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഏർപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം സ്വാധിഷ്ഠാന ചക്രത്തെ അത് ബ്ലോക്കായിട്ട് വെക്കും. പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന സാറേ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ് കഴിക്കുക. രാത്രി ഡ്രൈ നട്ട്സ് ഇല്ലേ, മെഡിറ്റേഷൻ ഉണ്ട്. നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിലുണ്ട് അത് മെഡിറ്റേഷൻ. അതിന്റെ ഇങ്ങോട്ട് അയച്ചു തരാൻ പറ്റും സാറേ? നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ എന്റെ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. സാറിന്റെ വാട്സാപ്പിൽ ഇട്ടാൽ മതി. ഞാൻ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം ഞാൻ. ശരി ഓക്കെ സാർ. പിന്നെ ഞാൻ അത് തന്നെ വേറെ നമ്മള് 693 എന്ന് പറഞ്ഞ 369 നമ്മളിപ്പോ എല്ലാം നമ്മൾ എഴുതുന്നുണ്ട്. നമ്മളിപ്പം 4 മാസം എഴുതിക്കൊണ്ടിരിക്കും. ഇപ്പം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 369. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്? അതെ, ലൈവിൽ ഉണ്ടായിട്ടുണ്ട്, മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്? നമുക്ക് ബിസിനസ് ആയാലും പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് പിന്നെ സാറിന്റെ വീഡിയോ സാറിനെ നമ്മള് കാരണം ഒരു ദിവസം നമ്മള് പിന്നെ സാർ അയച്ചിരുന്ന വാട്സപ്പിൽ ഇട്ട 3 മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ 1 മണിക്കൂറൊക്കെ എടുത്ത് നമ്മൾ യോഗ ചെയ്യുന്നുണ്ട് ഫുള്ള്. നേരത്തെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മള് 3 മിനിറ്റ് 5 സമയമില്ലാത്ത നമ്മൾ ആദ്യം ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ ചെയ്യുമായിരുന്നു, 1 മണിക്കൂർ ചെയ്യുമായിരുന്നു എല്ലാ മെഡിറ്റേഷനും. സാറിന്റെ 3 മെഡിറ്റേഷൻ നമ്മൾ ചെയ്യാമായിരുന്നു. 3 മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുന്ന മെഡിറ്റേഷൻ ഉണ്ട്. അത് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം നിങ്ങളെ ഈ സ്റ്റോറി ഷെയർ ചെയ്തതിന്. താങ്ക് യു. ഇനി നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രീംസ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചു അല്ലേ, ലിസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? പോസിറ്റീവ് ടെൻസ് ആയിരിക്കണം. നമ്മൾ നെഗറ്റീവായിട്ട്, അതായത് എൻ്റെ കടങ്ങൾ മാറണം, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറണം, ഈ രീതിയിൽ നിങ്ങൾ എഴുതാൻ പാടില്ല. നിങ്ങൾ എഴുതുന്ന വേർഡ്സ് എപ്പോഴും പോസിറ്റീവ്. ലോൺ അടക്കാൻ പറ്റണം, അല്ലെങ്കിൽ ലോണ് ഈവൻ ഞാൻ പണ്ടെല്ലാം എഴുതി വെച്ചൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കടങ്ങൾ മാറണം, എനിക്ക് സാമ്പത്തികമായിട്ടുള്ള മണി ബ്ലോക്ക് മാറണം, ഈ രീതിയിൽ എഴുതി വെക്കാൻ പാടില്ല. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് എഴുതി വെക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ കടമുണ്ട്, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപയുടെ ലോൺ ഉണ്ട് എന്ന് കരുതാം. നിങ്ങൾ എഴുതി വെക്കേണ്ടത് എനിക്ക് ഇത്ര ലക്ഷം രൂപ ലഭിച്ചതിന് നന്ദി. അതായത് ആ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈവൻ ഇത്ര ലക്ഷം ലോൺ ഉണ്ടെങ്കിൽ ആ ലോണിൻ്റെ തുക എഴുതി വെച്ചിട്ട് ഇത്ര രൂപ ലഭിച്ചതിന് നന്ദി എന്നുള്ളതാണ്. അതായത് നമ്മൾ 2 രീതിയിൽ എഴുതാം. 2 രീതി എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് നിങ്ങൾ ഡ്രീംസ് മാത്രം എഴുതി വെക്കാം. ഓക്കെ, ആദ്യത്തെ ഘട്ടം എന്ന് വെച്ചാൽ ഡ്രീംസ്. ഇപ്പം ഇന്ന ഒരു എന്തെങ്കിലും പവർ ബാങ്ക് അല്ലെങ്കിൽ ചെയർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാര്യങ്ങൾ എഴുതി വെക്കാം. രണ്ടാമത്തെ രീതിയാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. രണ്ടാമത്തെ രീതിയാണ് കുറച്ചും കൂടി ഒന്ന് എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതായത് എനിക്ക് ഇന്ന സാധനം ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. ഉദാഹരണത്തിന് ഞാനും എൻ്റെ പങ്കാളിയായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല സന്തോഷപൂർണ്ണമായി ജീവിക്കുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് ചില ആൾക്കാർ ഡൗട്ട്സ് ചോദിക്കും, പ്രപഞ്ചശക്തിയാണോ ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണോ വലുത് എന്നുള്ളത്? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് വലുത്. കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് യൂണിവേഴ്സാണ്. മീൻസ് നിങ്ങളിപ്പം ഒരു മതത്തിൽ വിശ്വസിച്ചിട്ട് ഒരു ദൈവം, അല്ലെങ്കിൽ നിങ്ങൾ മതപരമായിട്ട് വിശ്വസിക്കുന്ന ഒരു ദൈവവും ഇങ്ങനെ ഇന്ന ദൈവത്തിനും ഇന്ന ഇതിനും നന്ദി പറയുന്നു എന്ന് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം പറയാണ് ക്രിസ്തുവാണ്, അല്ലെങ്കിൽ കൃഷ്ണനാണ്, അല്ലെങ്കിൽ അള്ളാഹു ആണ്.
എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് എഴുതിയാൽ മതി. പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതാണ് ഇതല്ലെങ്കിൽ ഇതുമാണോ ശക്തി, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും പ്രപഞ്ചശക്തി എന്ന് പറയണോ ഇന്ന ദൈവം എന്ന് പറയണോ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ മനസ്സ് കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആരാധിക്കുന്ന കുട്ടിക്കാലം മുതൽ ആരാധിക്കുന്ന ആ ഒരു ദൈവത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. അത് എക്സ് ഓർ വൈ എന്ന് പറഞ്ഞ ദൈവമാകട്ടെ, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ രണ്ടാമത്തെ ഘട്ടം നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്ത് വെച്ചു, അതിനെ സ്ട്രക്ചേർഡ് ചെയ്ത് വെച്ചു. മൂന്നാമത്തെ കാര്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചു. നാലാമതായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീംസിൻ്റെ എൻഡിൽ ഒരു ബോക്സ് വരയ്ക്കുക എന്നുള്ളതാണ്. ഒരു ബോക്സ് വരയ്ക്കുക, ഒരു ബോക്സ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രീംസ് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാസ്ക്, ഈവൻ ടു ഡു ലിസ്റ്റ്, ഇപ്പം എൻ്റെ ഇവിടെ ഒട്ടിച്ച് വെച്ചാണ് ടു ഡു ലിസ്റ്റ്, ഇതേപോലെ ടു ഡു ലിസ്റ്റ് ഓരോ ദിവസം ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുന്ന സമയത്ത് അവിടെ ഒരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ചെയ്യുന്നതാണ് നമുക്കൊരു ഇൻട്രാക്ഷൻ. ആ ഒരു ഡ്രീംസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മീൻസ് ആ പുസ്തകം ഒരു നമ്മളെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറ്റാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് എഴുതി വെച്ചു, അത് മാറ്റി വെക്കും. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒന്ന് വായിച്ച് നോക്കുക, അതിനെ എന്തെങ്കിലും ഒന്ന് ചേഞ്ച് വരുത്തണോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയെന്ന് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങൾ പവർ ബാങ്ക് അല്ലെങ്കിൽ ചായ വാങ്ങി അല്ലെങ്കിൽ അത് മേടിച്ചു, എന്തെങ്കിലും ചെയ്യുകയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ ടിക്ക് ചെയ്ത് പോകുന്നതനുസരിച്ച് നിങ്ങളെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടുന്നതാണ്. ഓക്കെ, അതായത് നമ്മളത് നേടിയിട്ട് ഓക്കെ അത് ടിക്ക് ചെയ്തു കിട്ടി, ഇനി അത് ടിക്ക് ചെയ്ത് പിന്നെ എന്ത് ചെയ്തു, നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ആവും. അതായത് ഇന്നെന്ന കാര്യങ്ങൾ നടന്നല്ലോ, അല്ലെങ്കിൽ ഇന്നെന്ന കാര്യങ്ങൾ നടന്നല്ലോ, ഇനിയും വലിയ വലിയ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കും എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളങ്ങനെ ബോക്സ് വരച്ചിട്ട് കുറേ പേര് ബോക്സ് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൽ എത്ര പേരാണ് ബോക്സ് വരച്ചത്? യെസ് എന്ന് പറയാം, നോ എന്ന് പറയാം. ഓക്കെ, യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാരും കമൻറ്റ് ചെയ്തോളൂ ആരാണ്. ഓക്കെ, ഇതിൽ യെസ് എങ്ങനെ നോ എന്ന് പറഞ്ഞ് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്നേരം യെസ് എന്ന് പറയുന്ന ആൾക്കാരും നോ, നിങ്ങൾക്കത് ബോക്സ് വരച്ച സമയത്താണോ ബോക്സ് വരക്കാത്ത സമയത്താണോ നിങ്ങൾ കൂടുതൽ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എഫക്റ്റീവായി തോന്നിയത് എപ്പോഴാണ്? വോയിസ് ഓണാക്കി പറയാൻ വേണ്ടി ടെക്സ്റ്റ് ചെയ്ത് പറയാം. ബോക്സ് വരച്ചപ്പം. ബിന്ദു കുമാർ ബോക്സ് വരച്ച സമയത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവൺ ബോക്സ് എന്ന് വെച്ചാൽ ചെറിയൊരു ബോക്സ് ആണ്, പലരും വലിയ ബോക്സ് അല്ല. ഒരു ഡ്രീംസിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെറിയൊരു ബോക്സ്, കുഞ്ഞ്, അതായത് ആ ലൈനിൻ്റെ ഗ്യാപ്പിലുള്ള ഒരു ചെറിയൊരു ബോക്സ് വരയ്ക്കാം. ഇതിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടിക്ക് ചെയ്യുക. ഇവൺ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈനും ചെയ്യാം, ഞാൻ സൈൻ ചെയ്യാറുണ്ട്. ആ സൈനും ചെയ്യുന്നത് എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ടിക്ക് ചെയ്ത് വരിക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും, നമ്മളെ ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ചെയ്താൽ കിട്ടുന്നുള്ള ഒരു സ്ട്രോങ് ബിലീഫ് വരുന്നതാണ്. അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്ന സമയത്ത് പറയാറില്ല, ഇന്ന അമ്പലത്തിൽ അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ പോവുകയാണെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുന്നുള്ള. അന്നേരം അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുള്ള. ഇവൺ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോറീസാണ് ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന കാര്യം ചെയ്യാൻ നടക്കും, അല്ലെങ്കിൽ ഇന്ന ചെയ്യുകയാണെങ്കിൽ ഇന്ന വ്യക്തിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും നടക്കുന്നുള്ള ഒരു വിശ്വാസം ജനിപ്പിക്കുക എന്നുള്ളതാണ്. ഇവൺ നമ്മൾ മൂന്നാമത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ഓഫ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഡെയിലി വീഡിയോസ് അല്ലെങ്കിൽ വീക്ക്ലി ഒരു 5 വീഡിയോസ് എങ്കിലും ഇടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് അത്രയും സക്സസ് സ്റ്റോറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ 1 by 1 ആയിട്ട് നമ്മൾ ഇടുന്നതാണ്. അന്നേരം ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രീംസ് എഴുതിയിട്ട് ആ ബോക്സ് വരച്ച് സ്റ്റിക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സൈനും ചെയ്യുക, നിങ്ങളുടെ ഒരു സിഗ്നേച്ചറും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇനി അടുത്ത നിങ്ങൾ എത്ര സമയം അല്ലെങ്കിൽ എപ്പോഴൊക്കെ നോക്കാനുള്ള, നിങ്ങൾക്ക് ഡെയിലി അതൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക. അതോടൊപ്പം തന്നെ വായിച്ചാൽ മാത്രം പോലെ വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വിഷ്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ചിട്ട് അതിനെ ഫീൽ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാറാണെങ്കിൽ കാറിനെ എക്സ്പീരിയൻസ് ചെയ്യുക, വീടാണെങ്കിൽ വീടിനെ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിയെ മാനിഫെസ്റ്റേഷൻ പവർ കൂടുന്നതാണ്. ഞാൻ ഇതൊക്കെ എഴുതുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും മീൻസ് തമാശയ്ക്ക് എഴുതി വെച്ച കാര്യങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അത് വലിയ ഡ്രീംസ് ആയിരിക്കും. സ്ഥലം മേടിക്കണം, കാര്യങ്ങളെല്ലാം മേടിക്കണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്ഥലം മേടിച്ചു, ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു, ഏകദേശം ഒരു 4 ബിസിനസ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എൻ്റെ ഡ്രീംസ് എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണ്. അന്നേരം അതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അന്നേരം ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഡൗട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, ഇതെല്ലാം ഏകദേശം ഒരു
10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ്. സാർ ചോദിച്ചു. സാർ നമ്മൾ ഈ സൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളുടെ ആ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ടാണോ സൈൻ ചെയ്യേണ്ടത്? അതോ കഴിഞ്ഞിട്ടാണ്. അതായത് ഇപ്പം നിങ്ങളൊരു ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കണം, അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സൈൻ ചെയ്യേണ്ടത്. ഓക്കെ ടിക്ക് ചെയ്തിട്ട് സൈൻ ചെയ്യുക അല്ലേ? ടിക്ക് ചെയ്തിട്ട് സൈൻ ചെയ്യാം. ഓക്കെ. ഇനി എന്താ ഡൗട്ട്സോ എക്സ്പീരിയൻസോ നമ്മളെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പറഞ്ഞോളൂ ഇന്ന് മേഡം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ ശേഷം വിഷ്വലൈസേഷനിലോട്ട് കടക്കുന്നു. അപ്പൊ വിഷ്വലൈസേഷനിലോട്ട് കടക്കുമ്പോൾ നമ്മൾ അതാ വിഷനായിട്ട് കാണുന്നുണ്ട്, ഇടയ്ക്ക് നമ്മുടെ മനസ്സ് മാറുന്നുണ്ട്. അപ്പൊ അതാ കണ്ടിന്യൂറ്റി കിട്ടാതെ വരുന്നു. അത് ഒന്നും ചെയ്യില്ല. അത് നമ്മളിപ്പം കണ്ടിന്യൂറ്റി പോയി എന്ന് പറഞ്ഞ് ഇവൻ ഞാൻ പണ്ടെല്ലാം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ശ്രദ്ധ കിട്ടാറില്ല. അന്നേരം ഈ കണ്ടിന്യൂഷൻ പോയി എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം വിട്ടുപോകും. നിങ്ങൾക്ക് വിട്ടുപോകാൻ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുക, വീണ്ടും അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ശരീരത്തിൻ്റെ മസിൽസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് മനസ്സും. അതായത് പണ്ടല്ല എനിക്കൊരു മിനിറ്റ് പോലും എനിക്ക് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റാറില്ല, ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥമാവും. ഇപ്പം എനിക്കൊരു 5, 10, 15 ഒറ്റ ഇരിപ്പിൽ എനിക്ക് ഇരിക്കാൻ സാധിക്കും. അത് നമ്മളെ ആ കണ്ടിന്യൂസ് പ്രാക്ടീസാണ്. ഈവൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് ബീച്ച് എന്ന് പറയുന്നത്. എന്നാൽ ആ ബീച്ചിൽ പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒറ്റയടിക്ക് എനിക്ക് ഇരിക്കാൻ പറ്റും. അത് ഇപ്പം ഏകദേശം കുറേ വർഷങ്ങളിലെ പ്രാക്ടീസ് കൊണ്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നില്ല നിങ്ങളൊരു മണിക്കൂർ മെഡിറ്റേഷൻ ഇരിക്കണം എന്നുള്ള, ഒരു കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിലും അത് ഡീപ്പായിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരീരത്തെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യുക. ഇവൻ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ വിട്ടുപോയി, എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ നിങ്ങൾ ഡ്രീംസിനനുസരിച്ചുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിഷൻ ബോർഡ് പോലെ അതൊന്ന് നോക്കുക. ഓക്കെ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മൊബൈലിലെ വാൾപേപ്പർ പണത്തിൻ്റെയാണ്. നമ്മൾ അതേപോലുള്ള വിഷൻ ബോർഡ്സ് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള വിഷൻ ബോർഡ്സ് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കൊടുക്കുന്ന മെസ്സേജസ് ആണ്. അതിന് പെട്ടെന്ന് തന്നെ വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൊബൈൽ വാൾപേപ്പർ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മൊബൈൽ വാൾപേപ്പേഴ്സ് അത് നടിമാരുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇവൻ ദൈവങ്ങളെ കൊടുക്കാതെ അതൊന്ന് ചെയ്യുക. ഓക്കെ, അടുത്തത് ജലജ. എനിക്ക് നടുവേദന കൊണ്ടിരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുന്നേ വെള്ളത്തിൽ, അതായത് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ വെള്ളത്തിൽ എന്ത് ചെയ്യുക, എൻ്റെ നടുവിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് പ്രപഞ്ചശക്തി നന്ദി പറയുന്നു. ആ വെള്ളത്തിനോട് നോക്കിയിട്ട് ഒരു 21 ടൈംസ് പറഞ്ഞിട്ട് അതൊന്ന് കുളിച്ച് നോക്കൂ. ഇവിടെ എൻ്റെ ഹെയറിൻ്റെ കാര്യത്തിൽ എൻ്റെ ജെനറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഹെയർ ഫോൾ. എൻ്റെ അച്ഛന് കഷണ്ടിയാണ്, കുടുംബത്തിന് പലർക്കും കഷണ്ടിയാണ്. എന്നിട്ടും നമ്മളെന്താണ്, അതായത് ജെനറ്റിക്കലി കാര്യങ്ങൾ ഒരു പരിധി വരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളും പറയാം. പണ്ടത്തെ ഫോട്ടോസ് ഈവൻ ഞാനത് യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നത് സ്റ്റോറിയും കാര്യങ്ങളും. എൻ്റെ പണ്ടത്തെ വീഡിയോസ് കാണുന്ന സമയത്തും ഇപ്പോഴുള്ള വീഡിയോസ് കാണുന്ന സമയത്തും എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അന്നേരം അതെല്ലാം തന്നെ കൊണ്ടുവരുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ കുളിക്കുന്ന വെള്ളത്തിന് മുന്നേ തന്നെ നിങ്ങൾ ആ വെള്ളത്തോട് പറഞ്ഞ് നന്ദി പറയാം. പിന്നെ എന്ത് ചെയ്യുക, കൈകൾ കൊണ്ട് നടു തൊട്ടിട്ട് ഞാൻ എൻ്റെ നടുവിനെ സ്നേഹിക്കുന്നു എന്ന രീതിയിലും പറയാം. നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇനി എന്താ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ അനുവിൻ സർ, എനിക്ക് ഒരു ഫാമിലി ഇഷ്യൂ ആണ് പറയാനുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഒരു സാഡിസ്റ്റ് ഫോമിലാണ്. അതായത് ഒപ്പീനിയൻസ് ഒന്നും കേൾക്കില്ല. ആളിങ്ങനെ ഭയങ്കര ഒരു ഇല്ല, ഫിസിക്കൽ അബ്യൂസ് അങ്ങനെ ഇല്ല. ക്യാരക്ടർ വൈസ് സെൽഫിഷ് ആണ്. അതായത് സ്വന്തം രീതിയിൽ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഈവൻ ചെറിയ വല്ല കാര്യങ്ങളായാലും എവിടെയെങ്കിലും പോകുന്നതാണെങ്കിലും ഒരു ഒപ്പീനിയൻസ് ഒന്നും ഒരു എന്താ പറയാ ഒരു വിലക്ക് എടുക്കാത്തൊരു ഇതാണ്. അപ്പൊ അത് ആ ഒരു ക്യാരക്ടർ, ആ ബിഹേവിയർ ഒന്ന് നോർമലാക്കി എടുക്കാൻ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ഉണ്ടോ സർ? ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു 24th ബാച്ചാണ് റിലേഷൻഷിപ്പ് മാസ്റ്ററിയുടെ കണ്ടക്ട് ചെയ്യുന്നത്. പങ്കെടുക്കുന്ന ഒരു 85% ആൾക്കാർക്കും റിസൾട്ട് കിട്ടാണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ കുറേ സക്സസ് സ്റ്റോറീസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലെ റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ ചിലതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബട്ട് എനിക്ക് ഇതുവരെയ്ക്കും ഒരു റിസൾട്ടും കിട്ടിയില്ല. ഇങ്ങനെ നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ നമ്മളിങ്ങനെ മാറി 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 സ്വയം എനിക്കൊരു അതാണ് പ്രശ്നം.
അതാണ് പ്രശ്നം. നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ കളയുന്നതെന്ന് വെച്ചാൽ സെൽഫ് ലവ് ആണ്, സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഈ സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും കളയുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരും അടിമയെ പോലെയാണ് കരുതുക. നിങ്ങളെ ഭർത്താവ് മാത്രമല്ല, നിങ്ങളെ മറ്റുള്ളവർ അതേപോലെ തന്നെയല്ല ട്രീറ്റ് ചെയ്യുന്നത്. മിക്കപ്പോഴും അങ്ങനെയൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കൂടുതൽ എനിക്കാണ് അതാണ് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ അതാണ്. നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങൾ സ്വയം കഴിവില്ലാത്തവളായിട്ട് കരുതുകയാണ്, നിങ്ങളുടെ യെസ്സും നോ പറയാൻ ശീലിക്കുന്നില്ല. നമ്മൾ ഈവൻ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് എന്ന് പറഞ്ഞ കാര്യമാണ്. സെൽഫ് ലവ് ഞാൻ തന്നെ എൻ്റെ എല്ലാ ക്ലാസ്സുകളും ഇങ്ങനെ വെൽത്ത് മാസ്റ്ററി ആവട്ടെ, റിലേഷൻഷിപ്പ് മാസ്റ്ററി ആവട്ടെ, ഈവൻ യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷനിൽ ഉൾപ്പെടുത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ആണ്. ആരാണോ നിങ്ങളെ സ്നേഹിക്കുന്നത്, എപ്പോഴാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് അപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ ആയാലും എന്ത് തന്നെയായാലും. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ വിട്ടുപോവുകയാണ് ചെയ്തത്. സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കുന്നതല്ല. ആദ്യം തന്നെ നിങ്ങളെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ തകർക്കും. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടോപ്പിക്കാണ്. ഇതേപോലെ തന്നെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും ഈ ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ അതുവരെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന സുഹൃത്തുക്കൾ, റിലേറ്റീവ്സ്, നാട്ടുകാർ എല്ലാം തന്നെ ആദ്യം തന്നെ ഇല്ലാതെയാണെന്നാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നമ്മൾ ഫേക്കായിട്ടാണ് നിന്നത്, അല്ലേ? ഫേക്കായിട്ടുള്ള മുഖംമൂടി അണിഞ്ഞിട്ടാണ് നമ്മൾ നിന്നത്. അന്നേരം എന്ത് സംഭവിക്കും? നമ്മൾ ട്രൂ ആകുന്നതനുസരിച്ച് നമ്മളുടെ ലൈഫിൽ ഫേക്ക് മുഖമാണ്, അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്നതും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതും ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ അകന്നു പോകുന്നതാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും? നിങ്ങൾ നമ്മളെ ക്ലാസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷം നിങ്ങൾ ട്രൂ ആണെന്ന് കരുതുന്നവരുടെ റിയൽ ഫേസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. ശൈലേഷ്, എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടായത്? പറയും, ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ട് ഒന്ന് പറയും. ഓക്കെ, അങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നിങ്ങളെ എനിക്കുണ്ടായിട്ടുണ്ട്. എന്താണ്? എന്റെ ഫ്രണ്ട്സ് ഒക്കെ, ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ മുതല് ഫ്രണ്ട്സ് ഒക്കെ കുറെ പേര് ഇങ്ങനെ അകന്നിട്ടുണ്ട് എന്നിൽ നിന്ന്. ഈ അകന്ന ഫ്രണ്ട്സ് നിങ്ങളെ ട്രൂ ആയിട്ട് സ്നേഹിച്ച ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ ട്രൂ ആയിട്ട് നിങ്ങളായിട്ട് ലോയലായിട്ട് നിന്ന ഫ്രണ്ട്സ് ആണോ? അല്ലല്ല, അത് പിന്നീട് എനിക്ക് മനസ്സിലായത്. അവര് തന്നെ പറഞ്ഞു, നിനക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാനല്ല ഇഷ്ടം എന്ന് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാതെ എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം, കാരണം എനിക്കൊരു പ്രോബ്ലം വന്നാൽ ആരും ഉണ്ടാകത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതേപോലെ തന്നെ വേറെ ആർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? സാർ, ഇതേ ഒരു അനുഭവം എനിക്ക് ഓപ്പൺ പ്രെയർ ചെയ്ത സമയത്ത് ഉണ്ട്. അപ്പൊ തൊട്ട് ഇപ്പൊ വരേക്കും നമ്മൾക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മളെ കുത്തി നോവിക്കുന്ന ആളുകളെല്ലാം അകന്നു പോയേക്കാണ് സംഭവിച്ചേക്കണേ. ഇപ്പൊ ഒറ്റയാണെന്ന് വേണമെങ്കിൽ പറയാം, വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. നല്ല കാര്യമാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കാരണം എനിക്ക് ഏകദേശം ഇപ്പം തന്നെ യൂട്യൂബ് ഈ ക്ലാസ്സും കാര്യങ്ങളും കണ്ടക്ട് ചെയ്ത് 4 വർഷമായി. 4 വർഷം ഞാൻ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് പോയതിന് ശേഷം എൻ്റെ ലൈഫിൽ എൻ്റെ ഫ്രണ്ട്സ് ഇല്ല, മെസ്സേജ് അയക്കുന്ന ആരും റിപ്ലൈ നൽകുന്നില്ല, ഒന്നുമില്ല. നമ്മൾ ഒറ്റപ്പെട്ട പോലെയായി. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ നോ പറയുമ്പോഴും നമ്മള് അതിപ്പോ വിട്ട് കളയേണ്ട ഒരു ആ ഒരു റിലേഷൻ അല്ലല്ലോ. അതാണ് ഞാനത് അതിലേക്ക് വരാം കഴിഞ്ഞിട്ടില്ല. നമ്മൾ കാര്യങ്ങൾ പറയാണ്. ഓക്കെ, അന്നേരം ഇതിലേക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒരു 85% നിങ്ങൾ കേട്ടിരിക്കും, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നത്. അല്ലാതെ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അന്നേരം ഞാനത് ചെയ്തതിന് ശേഷം ഇവൻ ക്ലാസ് നടക്കുന്ന സമയത്ത് എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്, ഏകനായി മൂകനായി നിൽക്കുക എന്ന് പറയുന്നത് ആ ഒരു എക്സ്പീരിയൻസ്. അത് ഡീപ്പായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ റിലേറ്റീവ്സ് എല്ലാം തന്നെ എന്നെ അകന്നുപോയി, ഞാൻ ഒറ്റപ്പെട്ട പോലെയായി. പിന്നെ ഞാൻ ആ ഹീലിംഗ് മീൻസ് അന്നേരം ഞാൻ ഇതേപോലെ തന്നെ ഡീപ്പായിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളും സെൽഫ് ലവ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ശരീരത്തെ സ്നേഹിച്ചു, എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ ഏറ്റവും എൻ്റെ ബലഹീനതകളിൽ നമ്മളെ വീക്ക്നെസ് ഉണ്ട്. നമ്മളൊരിക്കലും ഒരാൾ പെർഫെക്റ്റ് അല്ല. നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തെ കാര്യങ്ങളൊന്നും തന്നെയല്ല. നിങ്ങളെ വീക്ക്നെസ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷനിൽ നിങ്ങൾ വീക്കായിരിക്കാം, അതിനെ ആദ്യം സ്നേഹിക്കുക. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കില്ല. നിങ്ങളെന്താണോ
അതിനെ അംഗീകരിക്കുക. ഇപ്പം ഞാൻ തന്നെ പറയുകയാണ്, ഞാൻ ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും ഒരു ആൽഫ മെയിലോ അല്ലെങ്കിൽ മറ്റേ ആൽഫ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളില്ലേ ഭയങ്കര ഇതായിട്ട് അതെനിക്ക് പറ്റില്ല. കാരണം ഞാൻ എന്ന് പറയുന്ന എനിക്കറിയാം എൻ്റെ വീക്ക്നെസ് എന്താണെന്ന്. എൻ്റെ സംസാര ശൈലി ഇപ്പം ഞാൻ പറയാം നിങ്ങൾ സിംഹങ്ങളാവും, നിങ്ങൾ അങ്ങനത്തെ ഒരു ശൈലിയല്ല എൻ്റെ. മറ്റുള്ളവർ അത് പറയുന്നു എന്ന് കരുതിയിട്ട് എനിക്കത് പറയാൻ സാധിക്കില്ല. കാരണം എനിക്കറിയാം എൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, എൻ്റെ രീതി എന്താണ്. ഞാനായി നിൽക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഞാനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ്, അതായത് സെൽഫ് ലവ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ആദ്യം നോ പറയാൻ വേണ്ടി ശീലിക്കുക. നിങ്ങൾ അടുത്ത കാര്യം നോ പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ ഐഡൻറ്റിറ്റി, അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിച്ചു, എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് പറയുക. അന്നേരം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ദേഷ്യപ്പെടും, കൂടുതൽ ദേഷ്യം കാണിക്കും. എന്നാലും നിങ്ങൾ അതിനെ നെവർ മൈൻഡായിട്ട് വെക്കുക. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയും. നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററുടെ അവസാനത്തെ ഒരു ടാസ്ക്കാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. ഒരു മെഡിറ്റേഷനും കുറച്ച് ടാസ്കും ഉണ്ട്. അത് ചെയ്തതിന് ശേഷം അവർ ഈവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ഇതെല്ലാം ഒഴിവാക്കുമെന്ന്. അവസാനം അവർ കുറേ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്ന് ഒഴിവാക്കാൻ പറയും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഇന്നെന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന പറയും. കാരണം എന്താ, ലെറ്റ് ഇറ്റ് ഗോ മീൻസ് ലെറ്റ് ഇറ്റ് ഗോഡ് എന്നുള്ളതാണ്, ദൈവത്തിലേക്ക് അർപ്പിക്കുക എന്നുള്ള കാര്യമാണ്. നമ്മൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങളെ കഴിവുകളെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ വീക്ക്നെസ്സിനെ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ നിറത്തിൽ, നിങ്ങളെ മുഖത്തിലെ തേജസ് കാര്യങ്ങളെല്ലാം തന്നെ വർദ്ധിക്കുന്നതാണ്. എൻ്റെ പണ്ടത്തെ ഫോട്ടോ ഒന്ന് ജസ്റ്റ് പണ്ടത്തെ വീഡിയോസ് കാണാൻ എത്രത്തോളം ചേഞ്ചസ് വന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം തന്നെ ഞാൻ ഇത്ര പേരും ഇപ്പം ക്യാമറ ഓൺ ചെയ്തത് കുറച്ച് പേരാണ്. അവരുടെ തന്നെ നന്ദി പറയുകയാണ്. കാരണം ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഇഷ്ടമാണ്. അന്നേരം ആ ഒരു ഇരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് നോക്കേണ്ടത് എന്നെയല്ല. നിങ്ങളെ നോക്കുക, നിങ്ങളുടെ സൗന്ദര്യത്തെ നോക്കുക, നിങ്ങളെ മുടിയെ നോക്കുക, നിങ്ങളെ കണ്ണുകളെ നോക്കുക, പല്ലിനെ നോക്കുക, ചുണ്ടിനെ നോക്കുക, താടിയുണ്ടെങ്കിൽ താടിയെ നോക്കുക, ഇല്ലെങ്കിൽ ഹെയർ നോക്കുക. അന്നേരം അത് ചെയ്യുന്നതനുസരിച്ച് ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനെ ഓടിച്ചത്, വണ്ടി ഓടിച്ചത്. അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാറിലെ ഗ്ലാസ് നോക്കും, എൻ്റെ മുടിയും എൻ്റെ ഹെയർ നിനക്കെന്താ വട്ടാണെന്ന് നീ. കാരണം ഞാൻ എൻ്റെ മുഖവും എൻ്റെ കണ്ണുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ബാഗിൽ ചെറിയൊരു പോക്കറ്റ്, ചെറിയൊരു ലേഡീസ് ഉപയോഗിക്കുന്ന ഒരു കണ്ണാടിയുണ്ട്, ചെറിയൊരു ഇത് അതുവരെ ഞാൻ ഉപയോഗിച്ച്. കാരണം എനിക്ക് എൻ്റെ മുഖത്തോട് സ്നേഹമാണ്, എനിക്ക് എന്നോട് തീവ്രമായിട്ടുള്ള സ്നേഹമാണ്. ഈവൻ ഞാനൊരു സൂപ്പർ ഹാൻസം എന്നൊന്നും പറയുന്നില്ല, മറിച്ച് ഞാൻ എൻ്റെ ലോകത്ത് ഞാനാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യക്തി. ആ ഒരു ലെവലിൽ നിങ്ങൾ സെൽഫ് ലവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ രൂപത്തിൽ എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പണ്ട്, ഡിപ്രഷനും കാര്യങ്ങളും കുറേ പ്രോബ്ലംസ്, മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള, സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഒരു ഗ്രൂപ്പ് വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ലൈവിൽ വരുന്ന സമയത്ത് ഞാൻ പറയുന്നതാണ്. അന്നേരം ആ ഇഷ്യൂസ് എല്ലാം തന്നെ സോൾവ് ചെയ്ത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അന്നേരം ശില്പ എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യും. നിങ്ങളെ ഹെൽത്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഹാപ്പിനെസ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഹാപ്പിനെസ് നേടിക്കും. ഇപ്പം ഞാൻ തന്നെ നമ്മളെ ക്ലാസ് ആയാലും എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് നേടിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ ട്രീറ്റ് ചെയ്യും. നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, മക്കൾക്ക് വേണ്ടി ജീവിക്കും, നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി ജീവിക്കും, കാര്യങ്ങളൊന്നും ചെയ്യും. അവസാനം എന്താണ് സംഭവിക്കുക? അവരിൽ തന്നെ ഇട്ട് തന്നിട്ട് ഒരു വിലയില്ലാതായി മാറും. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കൂ, നല്ല ഡ്രസ്സ് ഇടൂ, കാര്യങ്ങളെല്ലാം ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് മീൻസ് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളെല്ലാം നിങ്ങളെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നില്ല. പല സ്ത്രീകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നോക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം മക്കൾ എന്ത് ചെയ്തു, ഗൾഫിലോ യൂറോപ്പിലേക്കെല്ലാം പോയി. അതുവരെ നിങ്ങളെ എനർജിയും നിങ്ങളെ ടൈമും നിങ്ങളെ പണം എല്ലാം ഇവർക്ക് വേണ്ടി ചെലവഴിക്കരുത് എന്നല്ല പറയുന്നത്. ആ ചെലവഴിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹൗ യു ട്രീറ്റ് യുവർ സെൽഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിട്ടാണോ? ഞാൻ തന്നെ ഇപ്പം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ ഞാൻ കഴിക്കും. എനിക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യും. ആ ഒരു ഹാപ്പിനെസ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടുകടയിലോ കാര്യങ്ങളോ അങ്ങനത്തെ നല്ല ഇതായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി കുടിക്കുന്നത് എനിക്കിഷ്ടമാണ്. അതും നമ്മളെ ഒരു ഇതേപോലെ
ചില സ്ഥലങ്ങളുണ്ട് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് കോഫി കുടിക്കാം, ക്യാപ്രച്ചിനോ, അത് നല്ല എമൗണ്ട് ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. മീൻസ് അവിടെ പോകുന്ന സമയത്ത് നല്ല ആൾക്കാർ, മീൻസ് അവർ വരുന്നതെന്ന് വെച്ചാൽ വെറും കോഫി കുടിക്കുക, ക്യാപ്രച്ചിനോ കാര്യങ്ങൾ കുടിക്കാൻ, മറിച്ച് അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അന്നേരം ആ ഒരു വൈബ്രേഷൻ ലെവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഹാപ്പിനെസ്സാണ്, എൻ്റെ ഹാപ്പിനെസ്സിലെ കാര്യങ്ങൾ അതാണ്. ഇതിങ്ങനെ ഇരിക്കുക ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. സെൽഫ് ലവ് എന്ന് പറഞ്ഞല്ലോ. എനിക്ക് സെൽഫ് ലവ് എന്ന് പറഞ്ഞാല് ഹസ്ബൻഡിനും കുട്ടിക്കും മമ്മിക്കും എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആകും. അത് ഹസ്ബൻഡ് സാറിന്റെ പെയ്ഡ് സ്റ്റുഡന്റ് ആണ്. ആളിപ്പോഴും പറയും, നീ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ, നിനക്ക് വേണ്ടി അതെ എന്തെങ്കിലും അതെ ചെയ്യൂ. അത് സത്യമാണ്. അദ്ദേഹത്തോട് നന്ദി പറയും, കാരണം നല്ലൊരു ഭർത്താവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആള് കാരണമാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. ഓക്കെ, സന്തോഷം. അതിനു മുമ്പ് എന്റെ ക്യാരക്ടർ ഒരുപാട് മാറി. ഞാൻ സാറിന്റെ വിഷ്വലൈസേഷൻ എനിക്ക് ടൈം കിട്ടാറില്ല. രാവിലെ 5:30 പോയി കഴിഞ്ഞാൽ നിലമ്പൂരാണ്, പോത്തയിലാണ് വർക്ക് ചെയ്യണേ. വൈകുന്നേരം 9:45 വീട്ടിലെത്തുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞ് ഞാൻ 11:30 വരെ സാറിന്റെ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങുള്ളൂ. അതിൽ വിഷ്വലൈസേഷനിൽ എന്റെ 1, 2, 3 എന്ന് സാറ് പറയുന്ന വിഷ്വലൈസേഷനിൽ മൂന്നാമത്തെ ഇപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യനായി ഓരോന്നും നടന്നിട്ട് എനിക്ക് ടിക്ക് ചെയ്യാനോ എഴുതാനോ ഒന്നും നേരം കിട്ടാറില്ല. ഇങ്ങനെ ട്രാവലിംഗ് ആണ് ഫുൾ ടൈം. 3, 2 2, 1 അങ്ങനെ എന്റെ ഓരോ ആഗ്രഹങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ അത് 3ാമത്തെ ആഗ്രഹമാണ് ഇപ്പൊ 1ാമത്തെ വിഷ്വലൈസേഷനിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ എന്റെ സെൽഫ് ലവ് എന്ന് പറഞ്ഞാല് ഹസ്ബൻഡിനും കൊച്ചിനും മമ്മിക്കും എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അത് അല്ല, അത് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ ഏറ്റവും നല്ല കാര്യം നിങ്ങളെ നല്ലൊരു ഭർത്താവാണ്. മീൻസ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം, അതായത് നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ആളും ഈ ക്ലാസ്സിലുണ്ട്. ഓക്കെ, സന്തോഷം. അതായത് നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ അമ്മയാണ്, കാര്യങ്ങളാണ്, എല്ലാം ആയിക്കോട്ടെ. ഞാൻ അതാണ് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ അതിനേക്കാളും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വേണ്ടി നൽകുക. നിങ്ങൾ ഹെൽത്തും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻസ് നൽകും. അതാണ് അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1, 2 എന്ന് പറയും, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. നിങ്ങളെ സർ താങ്ക് യു സർ. ഹലോ ചോദിച്ചോളൂ. സാർ നമസ്കാരം സാർ, എൻ്റെ പേര് അശ്വതിയാണ്. സാറേ, ലൈഫിൽ കുറെ അച്ചീവ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് അങ്ങ് ഡൗൺ ആയി പോകുന്ന ഒരാളാണ്. അപ്പൊ അത് ഒന്ന് മാറ്റാനായിട്ട് കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണ് ഈ ഹോപ്പ്. ഞാൻ സാറിന്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതാണ് സാർ കൂടുതൽ എഫക്റ്റീവ്? നമുക്ക് കുറച്ച് സ്ട്രോങ് മൈൻഡ് ആക്കി എടുക്കാൻ. ഇത് വേറൊരു തലം എന്ന് വെച്ചാൽ ഇന്നർ ചൈൽഡ് എന്ന് പറയും. നമ്മുടെ ഇന്നർ ചൈൽഡിൽ കുറെ ഇൻസൾട്ടും കുറെ കുത്തുവാക്കുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്? ആരും എന്നെ അംഗീകരിക്കുന്നില്ല? അങ്ങനെയല്ല സാർ, എനിക്ക് കുട്ടിക്കാലത്ത് എന്റെ അച്ഛനും അമ്മയും കുറച്ച് ഒരുപാട് വഴക്ക് കൂടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇന്നർ ചൈൽഡ് ഞാൻ അപ്പൊ അത് കണ്ട് വളർന്ന് വളരെ നിങ്ങളെ കണ്ടിരുന്ന തന്നെ അതെനിക്ക് തോന്നി നിങ്ങളെ കണ്ട സമയത്ത്. അതായത് ആ ഒരു ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന കാര്യം, ഈവൻ ഞാനൊരു കോഴ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞത്. അതിലെ 2ാമത്തെ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കുട്ടിക്കാലത്തേക്ക് പോയിട്ട് ഹോപ്നോപ്നോ ഇല്ലേ, അഡ്വാൻസ്ഡ് ഹോപ്നോപ്നോ എന്ന് പറഞ്ഞ പ്രാക്ടീസ് ഉണ്ട്. നിങ്ങളെ കാണുക, എന്നിട്ട് നിങ്ങളോട് തന്നെ പറയാം, ഐ എം സോറി, പ്ലീസ് സോറി. എന്നിട്ട് ആ കുട്ടിയെ ഹഗ് ചെയ്യുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങൾ ഫ്രീ ക്ലാസ്സിലാണ് പോകുന്നത് അല്ലേ? ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നോ? ഓക്കെ. ഫോറിനേഴ്സ് നമ്മൾ നൽകിയ ബൈനറി മ്യൂസിക് ഉണ്ട്, അതൊന്ന് ചെയ്തോളൂ. നിങ്ങളോട് ക്ഷമിക്കുക, നിങ്ങളുടെ രക്ഷിതാക്കളോട് ക്ഷമിക്കുക, കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഭയങ്കര സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് എനിക്കും നല്ലൊരു കുട്ടിക്കാലമൊന്നുമല്ല എനിക്കുണ്ടായിരുന്നത്. നമ്മൾ ഈ ഹീലിംഗ്, ഞാനതാ പറഞ്ഞത്, ഹീലിംഗ് പ്രാക്ടീസസ് കാര്യങ്ങൾ, ഈവൻ ചക്ര ഹീലിംഗ് ആയാലും, നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററിയുടെ 2ാമത്തെ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ എന്നുള്ളതാണ്. നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോട് എല്ലാം തന്നെ ക്ഷമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ആ കുറ്റബോധവും നിങ്ങൾ ആ വേദനവും കാര്യങ്ങളെല്ലാം തന്നെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലോക്കുകൾ, നിങ്ങളെ ചക്രാസ് ആയാലും നിങ്ങളെ സബ് കോൺഷ്യസ് ആയാലും എല്ലാം തന്നെ ബ്ലോക്കായിട്ടാണ് കിടക്കുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നേടിയെടുക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരുടെ പേരുകൾ എഴുതിയിട്ടൊന്ന് കത്തിക്കുക. ഇതാണ് നമ്മൾ നമ്മളിപ്പം മറ്റ് ക്ലാസ്സുകളിലേക്ക് പോകുകയാണെങ്കിൽ, പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പോകുക, അതിന് ഓരോന്നിനും സെപ്പറേറ്റ് മെഡിറ്റേഷനാണ് നമ്മൾ നൽകുന്നത്. ഇപ്പം നിങ്ങൾ വേദനിപ്പിച്ച ആൾക്കാർ പേര് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്തു, നേരെ മറിച്ച് ആ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്മളെ ഉപബോധ മനസ്സിൽ നമുക്ക് ആൾക്കാരിലേക്ക്, മീൻസ്
നമ്മളെ നമ്മളെ ഉള്ളിലേക്ക് അടുക്കി വെച്ച ആൾക്കാരല്ലേ, അത് ചെയ്ത് വരുന്ന സമയത്ത് കുട്ടിക്കാലത്തുള്ള കാര്യങ്ങൾ വരും. ഇപ്പം പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിച്ച വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ പങ്കാളിയിൽ നിന്ന് കിട്ടിയ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വരും. പിന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്തേക്ക് വരും. കുട്ടിക്കാലത്തേക്ക് വന്ന് അങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ഇപ്പം ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ ഞാൻ ചെയ്ത സമയത്ത് ഏകദേശം 15 ദിവസത്തോളമാണ് ഞാൻ ചെയ്തത്. ഞാൻ ഇതേപോലെ തന്നെ ഒരു ട്രെയിനർ ഇതേപോലെ ഹീലറായിരുന്നു ചെയ്ത സമയത്ത് 15 ദിവസം ചെയ്ത് വന്നതിന് ശേഷമാണ് എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് ചെയ്ത് വന്നതിന് ശേഷമാണ് എനിക്ക് ചേഞ്ചസ് വരാൻ തുടങ്ങിയത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് കിട്ടിയ ഇൻസൾട്ട് എനിക്ക് ആരും എന്നെ അംഗീകരിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല, ഇത്രയും നേടി ഒരു സന്തോഷം വരില്ല. മറിച്ച് ആ ഹീല് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളെ ചെറിയൊരു അച്ചീവ്മെൻറ്റിൽ പോലും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഇന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് ഫസ്റ്റ് ബിസിനസ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, എൻ്റെ രണ്ടാം ഓഫീസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് കുറേ പാർട്ട്നേഴ്സാണ്. ചെറിയ എമൗണ്ടാണ് വന്നത്, പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ട്രീറ്റ് ചെയ്തു. ഞാൻ എന്നെയും ട്രീറ്റ് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സിനെയും ട്രീറ്റ് ചെയ്തു. ആ ഒരു ട്രീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഈവൻ നിങ്ങൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കുറവായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കാറുണ്ടാവില്ല. നിങ്ങളെ ശരീരത്തെ സ്നേഹിക്കാനോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവും. നിങ്ങളെ ഇല്ലല്ലോ, ഇല്ല ഞാൻ അതിനോട് ശ്രദ്ധിക്കുന്നേ ഇല്ല. അതെല്ലാം വിട്ടിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അതാണ് ഞാൻ നമ്മൾ അലൈൻമെൻറ്റ് മാസ്റ്ററി അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ അറിയിക്കുന്നത്, അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ നമ്മൾ കൊടുക്കുന്ന 30+ മെഡിറ്റേഷൻ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഡിസൈൻ ചെയ്ത മെഡിറ്റേഷൻ ഒന്ന് സെൽഫ് ലവ് മെഡിറ്റേഷൻ, സെൽഫ് ഹീൽ മെഡിറ്റേഷൻ, ഇന്നർ വൂണ്ട് ഹീലിംഗ് മെഡിറ്റേഷൻ, ഈ 3 മെഡിറ്റേഷനും നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസും ഞാൻ പഠിച്ച കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ ഓരോ കോഴ്സുകളും കാര്യങ്ങളെല്ലാം തന്നെ ആ രീതിയിലാണുള്ളത്. നമ്മളെ ഫ്രീ ക്ലാസ് തന്നെ നമ്മൾ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഫോർഗിവ്നെസ്സിൻ്റെ ബൈനറി മ്യൂസിക് നമ്മൾ നൽകിയിട്ടുണ്ട്. അതൊന്ന് ചെയ്യാം. പെയ്ഡ് ക്ലാസ്സിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നമ്മുടെ 2ാമത്തെ ചാനലിൽ സീക്രട്ട് ടീച്ചിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാനൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അതൊന്ന് ചെയ്യുക കേട്ടോ. ഓക്കെ, നീ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏകദേശം 9 മണി കഴിഞ്ഞു. അന്നേരം ഇതെല്ലാമാണ് കാര്യങ്ങൾ. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫ്രീ ക്ലാസ്സിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കുറച്ചും കൂടി കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നമ്മളെ പെയ്ഡ് ക്ലാസ് ഇപ്പോൾ ഏകദേശം 1.5 മാസമായിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല. കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട്, അതെല്ലാം തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നട്ടെല്ലാം നിർത്തിയിരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. കാരണം ശരീരത്തിൽ പ്രാണൻ്റെ ഊർജ്ജം ഉണ്ടാക്കുക മീൻസ് നട്ടിൽ നിറയുന്നതനുസരിച്ച് നമ്മളെ നിശ്വാസങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ബെൻഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് ആദ്യമെല്ലാം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുന്നെങ്കിൽ ഇങ്ങനെ ഈ ലെവലിലേക്ക് പോകും, ബെൻഡ് ചെയ്തു പോകും. നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചിന്നില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക. അന്നേരം ബാക്ക് ബോൺ നമ്മളെ നട്ടിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയി നിൽക്കും. ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ട് നമ്മളൊന്ന് കുറച്ചൊന്ന് ഇങ്ങനെ ഉയർത്തണോ, ജസ്റ്റ് ഒന്ന് ഉയർത്താൻ നമുക്ക് നട്ടിൽ കുറച്ചും കൂടി ഉയർത്തിയിട്ട് കുറച്ച് ടൈം മെഡിറ്റേഷൻ ഒരു 5-10 മിനിറ്റ് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. പണ്ടെല്ലാം വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന കുറേ കഴിയുകയാണെങ്കിൽ നമ്മൾ മുന്നിലേക്ക് വരും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ അങ്ങ് പോകും. അന്നേരം അത് ചെയ്യാൻ നമുക്ക് ബ്രീത്തിങ് കാര്യങ്ങളും കിട്ടില്ല, നമ്മുടെ ശ്രദ്ധ മൊത്തം പോകും. അന്നേരം ഇങ്ങനെയൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്ക് സപ്പോർട്ട് ഒന്ന് ചുമലിൻ്റെ അവിടെ ഒന്ന് ഇരുന്ന് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. ഇയർഫോൺ ഉപയോഗിക്കുക. ഈ ബൈനർ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഇയർഫോൺ ഉപയോഗിക്കുകയാണെങ്കിലാണ് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഏകദേശം 85 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇത്രയും പങ്കെടുത്തതിന് നിങ്ങൾക്ക് ചോദിച്ചോളൂ. സാറ് മെഡിറ്റേഷന്റെ ലിങ്ക് പെയ്ഡ് ക്ലാസ്സിൽ മാത്രമേ? ഇല്ല, നമ്മളെ ഫ്രീ ക്ലാസ്സിൽ നമ്മൾ 3 മെഡിറ്റേഷൻ നൽകുന്നുണ്ട്. അത് ഇന്ന് ആദ്യമായിട്ട് സാറിന്റെ ക്ലാസ്സിൽ കയറിയ? ഞാനത് ഇന്ന് കയറിയല്ലേ, നമ്മളത് നൽകുന്നുണ്ട്. ഇപ്പം ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു സാർ. സാർ, നമ്മുടെ ചാറ്റില് ഒരു കുട്ടി, ആ കുട്ടിക്ക് ഡ്രൈവിംഗ് ഭയങ്കര താല്പര്യമാണ്, പേടി കാരണം വണ്ടി എടുക്കാൻ പറ്റുന്നില്ല എന്ന് എഴുതിക്കണ്ടു. അപ്പൊ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹത്തില് 4 കൊല്ലം ആഗ്രഹിച്ചിട്ടാണ് ഇപ്പൊ എനിക്ക് 2 വീലർ ഓടിപ്പിക്കാൻ ധൈര്യം കിട്ടിയത്. ഞാനിപ്പോ സൂപ്പറായിട്ട് ഓടിപ്പിക്കുന്നല്ല, എന്നാലും അത്യാവശ്യം എന്റെ കാര്യങ്ങൾക്കൊക്കെ മക്കളെയും കൊണ്ട് എനിക്കിപ്പോ പോവാൻ പറ്റുന്നുണ്ട്.
അപ്പൊ അത് ശരിക്കും അന്ന് മെഡിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും അത് ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ നേടിയെടുത്തത് തന്നെയാണ്. അപ്പൊ എന്തായാലും ആ കുട്ടിക്കും അത് പറ്റും. അത് പറ്റും. അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ആയാലും എന്ത് കാര്യമായാലും നമ്മൾ മെൻ്റൽ ഫിലിമിങ് അല്ലെങ്കിൽ മെൻ്റൽ മൂവി എന്ന് പറയും. അതായത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഈവൻ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു ഫ്രീ ക്ലാസ് നമ്മൾ ഇനി വരുന്ന അടുത്ത സൺഡേ അല്ലെങ്കിൽ അടുത്ത സൺഡേ നൽകുന്നതാണ്. അന്നേരം അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റോറി പോലെ ഇപ്പം നിങ്ങളെ വഴികളും കാര്യങ്ങളും കാണാം. എന്നിട്ട് ബൈക്കോ കാറോ എന്താണോ ഓടിക്കുന്നത് അതൊന്ന് ഞാൻ ലൈസൻസ് എടുത്തതും ഞാൻ വണ്ടി ഓടിക്കുന്ന എല്ലാം തന്നെ അങ്ങനെയാണ്. അതായത് നമ്മൾ ഓടിക്കുന്ന നമ്മളെ ചുറ്റുപാടുകളൊന്ന് കാണുക. ഈവൻ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് കാണണമെങ്കിൽ എന്തെങ്കിലും ഗെയിംസില്ല, ചില ഗെയിംസ് ഉണ്ട്, അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻസ് നിങ്ങൾ കിട്ടുന്നതാണ്. ഒരു വ്യക്തി കുറേ തവണ ഫെയിലിയറായി. ഞാൻ പറഞ്ഞു ഏതൊരു ഗെയിം ഒരു വർഷം 1.5 വർഷം മുന്നേ ഏതൊരു ഗെയിം ഞാൻ കണ്ടിരുന്നു. ആ ഗെയിം അയച്ചു കൊടുത്തു. ഞാൻ പുള്ളിക്കാരി എന്ത് ചെയ്തു, അത് ഓടിക്കുന്ന സമയത്ത് കാറിൻ്റെ സ്റ്റിയറിങ് കാര്യങ്ങളെല്ലാം ലെവലായി. അത് ഓടിക്കുന്ന സമയത്ത് അവർക്കൊരു മെൻ്റൽ മീൻസ് ആ ഒരു ഫീലിംഗ് കിട്ടി. അന്നേരം അവർക്ക് പെട്ടെന്ന് തന്നെ വണ്ടി ഓടിക്കാൻ സാധിച്ചു. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അന്നേരം ഇതെല്ലാം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിൽ ഫ്രീ ക്ലാസ് ആയാലും മറ്റ് ക്ലാസ്സുകളായാലും കൃത്യമായിട്ട് രീതിയിൽ ചെയ്യുക. പെയ്ഡ് ക്ലാസ്സിന് കുറേ എൻക്വയറീസും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. തുടങ്ങുന്ന സമയത്ത് അറിയിക്കുന്നതാണ്. നമ്മളെ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇപ്പം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30-ലധികം മെഡിറ്റേഷൻസും കാര്യങ്ങളും നമ്മളത് ഓരോന്നും റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടിയിട്ട് അതെല്ലാം തന്നെ തുടങ്ങുന്ന സമയത്ത് അറിയിക്കുന്നതാണ്. ഒരു മെമ്പർഷിപ്പ് പോലെയാണ് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതെല്ലാം തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം തന്നെ നമ്മൾ സൗജന്യ ക്ലാസ്സിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയധികം എന്നെ കേട്ടതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയാണ്. നിങ്ങളുടെ ലൈഫിലേക്കെല്ലാം വലിയ വലിയ മിറാകൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. സാറേ ഒരു മിനിറ്റ്, ഈ തോട്ട് എനർജി കൂട്ടുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? തോട്ട് എനർജി ഇതും കൂടെ ചെയ്തെങ്കിലല്ലേ മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ. തോട്ട് എനർജി ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മളിലൊരു സമർപ്പണ ഭാവം കൊണ്ടുവരിക. നിങ്ങൾ യൂണിവേഴ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വിശ്വസിക്കണം. ഞാൻ കുറേ കാലം നിരീശ്വരവാദിയായിരുന്നു. ഈ +2 കാലം എഞ്ചിനീയറിംഗ് ഘട്ടത്തിലെല്ലാം തന്നെ നിരീശ്വരവാദി, യുക്തിവാദി അങ്ങനത്തെ കാര്യങ്ങളിലായിരുന്നു ഞാൻ. അന്നേരം ഒന്നും തന്നെ നടക്കുന്നില്ല. എന്തുണ്ടെങ്കിലും അതിനെ എതിർക്കുക അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അന്നേരം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ആ ഒരു സമർപ്പണ ഭാവം എപ്പോഴാണോ നിങ്ങൾ എന്തെങ്കിലും ഒരു ദൈവത്തിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിലോ ഒന്ന് സമർപ്പിക്കുക. സമർപ്പണ ഭാവം വരുന്ന സമയത്ത് നമ്മളുടെ എനർജീസ് എപ്പോഴും തന്നെ ഹയർ ആയിരിക്കും. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒന്നെങ്കിൽ നിങ്ങൾ സമർപ്പിക്കുക, നിങ്ങൾക്ക് ദൈവത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവനിലോ നിങ്ങൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുക. അന്നേരം നമ്മളിൽ ഒരു സ്ട്രോങ് ബിലീഫ് സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിലീജിയസ് ആയിട്ടുള്ള തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഈവൻ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അതിലെ പ്രാക്ടീസസോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അഫർമേഷനോ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് സ്ട്രോങ് ബിലീഫ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യുക, ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിലെ കുറേ സ്റ്റോറീസ് ഇങ്ങനെ കേൾക്കുക. ഡെയിലി ഒന്ന് സ്റ്റോറീസ് കേൾക്കുക. അന്നേരം നിങ്ങളെ മനസ്സിൽ തന്നെ പറയും ഇന്ന വ്യക്തിക്ക് അത് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കും അത് നടക്കില്ല എന്നുള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെ യൂട്യൂബ് ഗ്രൂപ്പിലായാലും യൂട്യൂബ് ചാനലായാലും സക്സസ് സ്റ്റോറീസ് ഇടുന്നത്? കാരണം സക്സസ് സ്റ്റോറീസ് ഇടാതെ എനിക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റും. പക്ഷേ സക്സസ് സ്റ്റോറീസ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇന്നൊരു കാര്യം ഉപയോഗിക്കണം, എനിക്കത് നടക്കുന്നുള്ളത്. അന്നേരം എന്ത് സംഭവിക്കും, അവർക്കത് നടക്കും. അതാണ് നമ്മളെ ക്ലാസ്സുകളിൽ ഇപ്പം തന്നെ കഴിഞ്ഞ റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ കുറേ, അതായത് ഒരു വ്യക്തിക്ക് സക്സസ് സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ സക്സസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫായിരിക്കും നടക്കുന്നുള്ളത്. ആ ഒരു നമ്മളെ ഇപ്പം ഞാൻ പറഞ്ഞത് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞത്. അന്നേരം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലരും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ക്ലാസ്സുകളെല്ലാം എന്താണ് റെക്കോർഡ് ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ ലൈവില്ല എന്നുള്ളത്. അന്നേരം ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് അതാണ്, ലൈവ് ക്ലാസ് കൊടുത്തില്ല, റെക്കോർഡാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് ചിന്തിച്ചു. മറിച്ച് ചില ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു പിന്നെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റില്ല, ലൈവ് ആണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ ആ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലൈൻമെൻറ്റിലാണെങ്കിൽ ഒന്ന് സമർപ്പണ ഭാവം, 2 ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ്, 3ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് എംപ്റ്റി മൈൻഡിലേക്ക് പോവുക. ഡീപ്പ് മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ചിന്തകളെ കുറച്ച് കൊണ്ടുവരുന്നെങ്കിൽ ഉള്ള ചിന്തകൾക്ക് കൂടുതൽ പവർ കൂടുതലാണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അന്നേരം എല്ലാവർക്കും നന്ദി പറയാണ്. ഈ ക്ലാസ് ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ റെക്കോർഡഡ് യൂട്യൂബ് ചാനൽ കൊടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.